ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആപ്കി അദാലത്തിൽ ഇന്ന് വരാൻ പോകുന്നത് ക്രിക്കറ്റ് ലോകത്തെ ഒരു തിളങ്ങുന്ന നക്ഷത്രമായ ഇദ്ദേഹം മൈതാനത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് കളിക്കുന്ന ആൾക്കാർക്ക് ഒരു പേടി സ്വപ്നം തന്നെയാണ്. ഈ ക്രിക്കറ്റ് ലോകത്തെ നക്ഷത്രം എല്ലാ ഫോർമാറ്റിലുള്ള ക്രിക്കറ്റിലും കളിച്ച് ഈ ദേശത്തിന് പ്രശസ്തി നേടിക്കൊടുത്തു. നമ്മുടെ ഇന്ത്യൻ ടീം T20 വേൾഡ് കപ്പ് ചാമ്പ്യനായ സമയത്ത്, അതുപോലെ വൺ ഡേ മാച്ചിലും വേൾഡ് കപ്പ് ചാമ്പ്യനായ സമയത്ത് ഇതിൽ രണ്ടിലും ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ വളരെ കൂടുതലായിരുന്നു. പ്ലീസ് വെൽക്കം ഗൗതം ഗംഭീർ. ഈ വിചാരണയുടെ ജഡ്ജിയായി ഫോർമർ ക്രിക്കറ്ററായ അമിത് ഭണ്ഡാരിയെ ഈ വിചാരണയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിന് സ്വാഗതം. ഇപ്പോൾ വിചാരണ തുടങ്ങാൻ പോവുകയാണ്. ആപ്കി അദാലത്തിൽ ആദ്യത്തെ കുറ്റാരോപണം ക്രിക്കറ്റ് സ്റ്റാറായ ഗൗതം ഗംഭീറിന് മേൽ. ആപ്കി അദാലത്തിൽ ക്രിക്കറ്റ് സ്റ്റാർ ഗൗതം ഗംഭീറിന് മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന് കുറച്ച് കുസൃതി കൂടുതലാണ് എന്നുള്ളതാണ്. മുഖം കാണുമ്പോൾ വളരെ ഇന്നസെന്റ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ കുസൃതിയിൽ താങ്കൾ നമ്പർ 1 ആണെന്നാണ് ഞാൻ കേട്ടത്. സാർ, കുഞ്ഞുപ്രായത്തിൽ ഞാൻ ഒരുപാട് കുസൃതികൾ കാണിച്ചിട്ടുണ്ട്. എന്നെപ്പോലെയുള്ള എല്ലാ യങ്സ്റ്റേഴ്സും കുട്ടിക്കാലത്ത് ഇങ്ങനെ തന്നെ ആയിരിക്കും ഇരുന്നിട്ടുണ്ടാവുക. എൻ്റെ സ്കൂളിലും ഞാൻ ഒരുപാട് വികൃതികൾ കാണിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ എൻ്റെ സ്കൂൾ ഡേയ്സിൽ നടന്ന സംഭവങ്ങളാണ്. ഇപ്പം ഞാൻ മെച്ചോർഡായല്ലോ. കുട്ടിക്കാലത്ത് കാണിച്ച വികൃതിയൊന്നും ഇപ്പം ഞാൻ കാണിക്കാറില്ല. താങ്കൾ കുട്ടിക്കാലത്ത് മറ്റുള്ളവരുടെ പാൻറ്റിലൊക്കെ ചുയിങ്ങം ഒട്ടിക്കാറുണ്ടെന്ന്. അതെ സാർ, ചെറിയ പ്രായത്തിൽ ഒരുപാട് പേരുടെ ദേഹത്ത് ചൂയിങ്കം ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ചിലരുടെ ദേഹത്തൊക്കെ എറിഞ്ഞിട്ടുമുണ്ട്. ചൂയിങ്കം മാത്രമല്ല, ഫോം ഒട്ടിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒക്കെ കുട്ടിക്കാലം. അടുത്തുള്ള വീടിന്റെ ജനലൊക്കെ പൊട്ടിക്കാറുണ്ടെന്ന് കേട്ടു. ഞാൻ കാറിന്റെ ഗ്ലാസ് പൊട്ടിച്ചിട്ടുണ്ട്, നെയ്ബറിന്റെ ഗ്ലാസ് പൊട്ടിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയൊരു തെറ്റല്ല. ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് അത് തെറ്റാന്ന് പറയാൻ പറ്റില്ല. യുവരാജ് സിംഗ് ആപ്കി അദാലത്തിൽ വന്ന സമയത്ത് അദ്ദേഹം ഇത് പറഞ്ഞിരുന്നു. ക്രിക്കറ്റ് ടീമിലെ വലിയ കുസൃതിക്കാരൻ ആരാണെന്ന് വെച്ചാൽ അത് സച്ചിൻ ടെണ്ടുൽക്കർ ആണെന്ന്. എല്ലാവരും കുസൃതികൾ കാണിക്കാറുണ്ട്. ഒരാളെയും രണ്ടാളെയും ഒന്നും പറയാൻ പറ്റില്ല. എല്ലാവരും കാണിക്കാറുണ്ട്. എല്ലാവരും അങ്ങനെ ചെയ്യാറില്ല. ഹർഭജൻ സിംഗും കുസൃതി കാണിക്കാറുണ്ട്. ഓരോരുത്തരും അവരുടേതായ രീതിയിൽ കുസൃതി കാണിക്കും. ഈ കുസൃതി കാണിക്കുന്നത് ഒരു തരത്തിൽ സ്ട്രെസ് ബസ്റ്റർ ആണെന്ന് വേണമെങ്കിൽ പറയാം. കുസൃതിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടാവും. പ്രത്യേകിച്ച് ഇന്ത്യക്ക് വേണ്ടി ഞങ്ങൾ കളിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മളെ അൺവൈൻഡ് ചെയ്യും. താങ്കൾ ചെയ്ത കുസൃതിയെക്കുറിച്ച് ജനങ്ങളോട് പറയാൻ താല്പര്യമുണ്ടോ? എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അണ്ടർ-16 കളിക്കാൻ വേണ്ടി ഡൽഹിക്ക് വന്നതായിരുന്നു. ടിസാവിന്റെ ഓണർ ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ സ്പോൺസർ. ബോംബെയിൽ വെച്ച് ക്വാർട്ടർ ഫൈനൽ നടന്നു. അന്ന് ഞാൻ ആ ഓണറിന്റെ മുഖത്ത് തന്നെ ചൂയിങ് എറിഞ്ഞിരുന്നു. അന്ന് ഞാൻ പിടിക്കപ്പെട്ടു. ഇതിലേറ്റവും വേസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നാൽ ഓണറിന്റെ മുഖത്താണ് ഞാൻ ചൂയിങ് എറിഞ്ഞത്. അപ്പോൾ ഞാൻ അണ്ടർ-16 പ്ലെയർ ആയിരുന്നു. എനിക്കന്ന് 14-15 വയസ്സ് കാണും. അതായിരുന്നു ഞാൻ ചെയ്ത ഏറ്റവും വലിയ കുസൃതി എന്ന് ഞാൻ പറയും. പാകിസ്ഥാനെതിരായിട്ട് കളിക്കുമ്പോഴാണ് താങ്കളുടെ വലിയ അഗ്രസീവ് കാണാൻ സാധിക്കുന്നത്. സാർ, അത് ഞാൻ മാത്രമല്ല, എല്ലാ ഇന്ത്യക്കാരെയും നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനെതിരെ അഗ്രഷൻ കുറച്ച് കൂടുതലായിരിക്കും. പാകിസ്ഥാനെതിരെ അഗ്രഷൻ വരുന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് ഒക്കെ സെയിം ആയിരിക്കും. ചില സമയത്ത് ലാംഗ്വേജ് എക്സ്ചേഞ്ച് ആവും. ക്യാമറയുടെ മുന്നിൽ വെച്ചതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. സോ ആ സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മളെ ആ സമയത്ത് അഗ്രസീവാക്കി മാറ്റുന്നത്. ഏതൊരു ബോളറിനെയാണ് താങ്കൾ അടിച്ച് നിലംപരിശാക്കിയെന്ന് വളരെയധികം സന്തോഷപ്പെട്ടത്? പാകിസ്ഥാനെതിരെ നമ്മൾ നല്ല റൺ അടിച്ചാൽ എപ്പോഴും സന്തോഷകരമായ കാര്യമാണ്. അതായത് പാകിസ്ഥാനെ പറ്റി ഇതിനു മുന്നേ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. ഇവിടെ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ എന്നൊരു അവസ്ഥ വരുമ്പോൾ ക്രിക്കറ്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ ആദ്യം നമ്മൾ എങ്ങനെയും പാകിസ്ഥാനെതിരെ ജയിക്കണം എന്നുള്ളൊരു ചിന്ത വരും. സോ അങ്ങനെ ഒരു വാശിയിൽ കളിക്കുമ്പോൾ പാകിസ്ഥാനെതിരെ ജയിക്കാൻ കഴിഞ്ഞാൽ അത് നല്ലൊരു സന്തോഷം തന്നെ നമുക്കുണ്ടാക്കും. ഇപ്പോഴും താങ്കൾ കണ്ട് പേടി തോന്നുന്ന ഒരു ബൗളർ ആരെങ്കിലും ഉണ്ടോ? സംവൺ ലൈക്ക് ബ്രെഡ്ലി, പിന്നെ ഡെയിൽ സ്റ്റെയിൻ, ഇവരെ പോലെ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ പിന്നെ മുരളീധരനുണ്ട്. എല്ലാവർക്കും അറിയാം, അദ്ദേഹം ഒരു വേൾഡ് ക്ലാസ് ബോളറാണ്. ഇവർക്കെതിരെയൊക്കെ റണ്ണെടുക്കുക വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാ പ്ലേയേഴ്സിനും അത് വളരെ ചാലഞ്ചിങ് ആണ്. ഇത്തരം ബോളേഴ്സിനെതിരെ റണ്ണടിക്കാൻ പറ്റിയാൽ നമുക്ക് വളരെ സന്തോഷം തരും. കാരണം അവർക്കെതിരെ റണ്ണെടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന കാര്യം എല്ലാവർക്കും അറിയാം. സോ ഇവർക്കെതിരെയൊക്കെ റണ്ണെടുക്കുന്നത് വളരെ സന്തോഷകരമായ കാര്യം. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബോളറിനെ കുറിച്ച് പറയാൻ സാധിക്കുമോ? ഇദ്ദേഹത്തിനെതിരായിട്ട് റണ്ണടിച്ചാൽ എനിക്ക് വളരെയധികം സന്തോഷമായിരിക്കുന്നു. ഒരേ ഒരു ബോളർ മാത്രം എപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും. ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഒരിക്കലും അദ്ദേഹത്തിനെ ഞാൻ നേരിട്ടിട്ടില്ല. അത് ഷെയ്ൻ വോൺ ആണ്. അദ്ദേഹത്തിനെതിരെ റൺസ് എടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിന്റെ കൂടെ കളിക്കണമെന്ന് ഞാൻ ഒരുപാട് തവണ ആഗ്രഹിച്ചിട്ടുണ്ട്.
IPL ഞാൻ അദ്ദേഹത്തെ നേരിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ റണ്ണെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വളരെ സന്തോഷവാനായേനെ. കാരണം അദ്ദേഹം ഒരു വേൾഡ് ക്ലാസ് ബോളറാണ്, വലിയൊരു കോമ്പറ്റീറ്ററുമാണ്. സോ അദ്ദേഹത്തിനെതിരെ റൺസ് എടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വളരെ സന്തോഷവാനായേനെ. ഗൗതം, പലരും പറയാറുണ്ട് നമ്മൾ പാകിസ്ഥാനെതിരായിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പാടില്ല, അവർ നമ്മുടെ ശത്രു രാജ്യമാണെന്ന്. അങ്ങനെ വല്ല തീരുമാനം താങ്കൾക്കുണ്ടോ? ആക്ച്വലി ഇതൊക്കെ പൊളിറ്റിക്കലായിട്ടുള്ള ഡിസിഷൻസ് ആണ്. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഗവൺമെൻറ് തന്നെ എടുക്കേണ്ട തീരുമാനങ്ങളാണെന്നാണ്. ഇന്ത്യക്കും പാകിസ്ഥാനും ക്രിക്കറ്റ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ഇന്ത്യയും ഓസ്ട്രേലിയയും പോലെയുള്ള രാജ്യങ്ങൾ മാത്രം പിന്നെ ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു ഫണ്ട് നഷ്ടപ്പെടും. നിങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മാച്ചിന്റെ വ്യൂവേഴ്സിനെ നോക്കൂ, ജനങ്ങളുടെ എക്സ്പെക്ടേഷൻ നോക്കൂ, അവരുടെ മുഖത്തുള്ള ടെൻഷൻ നോക്കൂ. ഈയിടെ ലാസ്റ്റായിട്ട് വേൾഡ് കപ്പ് സെമിഫൈനലിൽ പാകിസ്ഥാനെതിരെ കളിച്ചിരുന്നു. ഇന്ത്യയിൽ അന്ന് എത്തരത്തിലുള്ള റിയാക്ഷനാണ് ഉണ്ടാക്കിയത്? ജനങ്ങളുടെ മനസ്സിൽ ആ മാച്ചിന് ശേഷം വലിയ സന്തോഷം തന്നെ ഉണ്ടായി, പാകിസ്ഥാനെതിരെ നമ്മൾ ജയിച്ചതുകൊണ്ട്. സോ ഇന്റർനാഷണൽ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്ന്. അതുപോലെ പലരും പറയാറുണ്ട് ഇപ്പോൾ പാകിസ്ഥാനെതിരായിട്ട് നമ്മൾ ജയിച്ചു കഴിഞ്ഞ് ഇനി ഫൈനലിൽ ജയിച്ചില്ലെങ്കിലും സാരമില്ലെന്ന്. സർ, തുടക്കം മുതലേ ഇത് തന്നെയാണ് നടക്കുന്നത്. പാകിസ്ഥാനെതിരെ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നു, അവസാനം നമ്മൾ ജയിക്കുന്നു. അതിലുപരി ഇതിനകത്ത് വേറൊന്നും തന്നെ കാണേണ്ടതില്ലെന്നാണ് എല്ലാവരും പറയുക. പക്ഷേ ഇന്റർനാഷണൽ ലെവലിൽ പാകിസ്ഥാനെതിരെ കളിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോഴേ ഒരു ഫൺ ഉണ്ടാവൂ, കോമ്പറ്റീഷൻ ഉണ്ടാവൂ, പിന്നെ അഗ്രഷനും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം പാകിസ്ഥാൻ ടീം ഇവിടെ വരുന്ന സമയത്ത് അവരെ അടിച്ച് നിലംപരിശാക്കുന്ന താങ്കൾക്ക് ജനങ്ങളോട് പ്രോമിസ് ചെയ്യാൻ പറ്റുമോ? ശ്രമിക്കും, പക്ഷേ പ്രോമിസ് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള റെക്കോർഡ്സ് നോക്കുകയാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് അവർക്കെതിരെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി ഭാവിയിലും അങ്ങനെ തന്നെ ശ്രമിക്കും. ഇതുവരെ കളിച്ച മാച്ചുകളുടെ റെക്കോർഡ് നോക്കിയാൽ എല്ലാത്തിനേക്കാളും ഇന്ത്യയുടെ റെക്കോർഡ്സ് വളരെ ബെറ്റർ തന്നെയാണ്. ഇനി അങ്ങോട്ടും ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ജയിക്കാൻ ശ്രമിക്കും. പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് വന്നാൽ അവർക്കെതിരെ എങ്ങനെയെങ്കിലും ഞങ്ങൾ ജയിക്കാൻ ശ്രമിക്കും. സർ, താങ്കളുടെ കല്യാണം എപ്പോഴായിരിക്കും? ഇപ്പൊ കല്യാണത്തിനെ പറ്റി ആലോചിക്കാനൊന്നും സമയമില്ല, കാരണം കണ്ടിന്യൂസ് ആയിട്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നല്ലൊരു അവസരം കിട്ടിയാൽ, അതായത് നല്ലൊരു പെണ്ണിനെ കിട്ടിയാൽ ഉറപ്പായിട്ടും ഞാൻ കല്യാണം കഴിക്കുന്നതായിരിക്കും. ഗൗതം, എന്റെ പക്കൽ പല ചോദ്യങ്ങളും കുറ്റാരോപണങ്ങളും ഉണ്ട്. അതിനു മുൻപ് നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഗൗതം ഗംഭീറിനെതിരായിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും തുടരുന്നതായിരിക്കും. ആദ്യം സേവാങ് ഔട്ടായി, അതിനുശേഷം സച്ചിൻ ഔട്ടായ സമയത്ത് ജനങ്ങൾക്ക് ആ വിശ്വാസം അങ്ങ് നഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ വിശ്വാസം കൈവിട്ടില്ല സർ, ഹോണസ്റ്റ്ലി. ബിക്കോസ് വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്രിക്കറ്ററായ ഗൗതം ഗംഭീറിനോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ക്രിക്കറ്റ് സ്റ്റാർ ഗൗതം ഗംഭീറിനെതിരായിട്ടുള്ള കുറ്റാരോപണം ഇദ്ദേഹം എപ്പോഴും ഇൻസെക്യൂരായി ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. വൺഡേയിൽ താങ്കൾ പല പ്രാവശ്യം ഡ്രോപ്പ് ഔട്ടായി, ടെസ്റ്റ് മാച്ചിലും അതുപോലെ തന്നെ ഡ്രോപ്പ് ഔട്ടായിരിക്കുന്നു. അതിന്റെ എഫക്റ്റ് വളരെ കൂടുതലായതുകൊണ്ട് താങ്കൾ ഇപ്പോഴും അതിനെക്കുറിച്ച് പേടിക്കുന്നുണ്ടോ? സർ, തീർച്ചയായും. കാരണം ഞാൻ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന സമയത്ത് മൈൻഡ്ഫുൾനെസ്സോടെ ഇരിക്കുക എന്നത് വലിയ അർത്ഥമില്ലാത്ത കാര്യമാണ്. കാരണം ഇവിടെ വലിയ കോമ്പറ്റീഷൻ ഉണ്ട്. എൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസുകൾ നോക്കുകയാണെങ്കിൽ ഇനീഷ്യലി എനിക്ക് ഒരിക്കലും ലോങ് റണ്ണുകളൊന്നും കിട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നീട് എൻ്റെ ഒരു ചിന്താഗതി മാറി. അതായത് ഞാൻ 2-3 മാച്ചിൽ ഫെയിലിയർ ആയാൽ എന്നെ സെലക്ട് ചെയ്യില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു. ഒരു തരത്തിൽ അത് നല്ലതാണ്, അതേസമയം അത് ദോഷവുമാണ്. എങ്ങനെയാണ് ദോഷമാകുന്നതെന്ന് വെച്ചാൽ ഞാൻ വളരെ ഹാർഡായി മാറും. 2 മാച്ചുകൾ റണ്ണെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് വല്ലാതെ അത് ഫീൽ ചെയ്യും. ഇതിലെ നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഊർജ്ജസ്വലനായിട്ടിരിക്കും. എല്ലാ മാച്ചുകളിലും നല്ല റണ്ണെടുക്കാനുള്ള ഒരു ഉത്സാഹം ഉണ്ടാവും. എല്ലാ മാച്ചുകളിലും ഇന്റൻസിറ്റിയോടെ കളിക്കണമെന്ന് തോന്നലുണ്ടാവും. ആദ്യ മാച്ച് കളിക്കുന്നത് പോലെ തന്നെ. പെർഫോമൻസ് വളരെ നന്നായിരുന്നു. താങ്കൾ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു. താങ്കൾ ക്യാപ്റ്റനായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ താങ്കൾക്ക് ആ പേടി വരാൻ പാടില്ല. അതായത് ഡ്രോപ്പ് ഔട്ട് ആകുമോ എന്നുള്ള പേടി. സർ, നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസുകൾ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അതാണ് എൻ്റെ കാര്യത്തിലും നടന്നത്. ഞാൻ എത്ര തന്നെ ശ്രമിച്ചാലും ഞാൻ വളരെ സെക്യൂർ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ ഡ്രോപ്പ് ആവില്ല എന്നുള്ള പേടിയൊന്നും എനിക്ക് ഇല്ലാതില്ല. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും ആ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. ഞാൻ പുതുതായിട്ട് ജോയിൻ ചെയ്ത സമയത്തുണ്ടായിരുന്ന പോലെ തന്നെ. അത് എനിക്ക് വർക്കൗട്ട് ആവുന്നുണ്ട്. മറ്റുള്ളവർക്ക് വർക്കൗട്ട് ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് വർക്കാവുന്നുണ്ട്. അതെന്നെ എപ്പോഴും ടോസിൽ നിലനിർത്തുന്നു. അധികം റണ്ണുകൾ എടുക്കാനുള്ള ഒരു പ്രതീക്ഷ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവും. അതൊരു തരത്തിൽ നല്ലത് തന്നെയാണ്. ആ ടെൻഷൻ കൊണ്ടാണോ താങ്കൾ ചില സമയങ്ങളിൽ 96-ലും 97-ലും 98-ലും 99-ലും ഒക്കെ ഔട്ടാവുന്നത്? അങ്ങനെ നടക്കാം സർ. കാരണം നമ്മുടെ മനസ്സിൽ ഒരുപാട് തവണ തോന്നും 100 അടിക്കണം 100 അടിക്കണമെന്ന്. ആ ചിന്ത ആ സമയത്ത് നമ്മുടെ മൈൻഡിൽ ഫിക്സ് ആവും. അതായത് ആ സമയത്ത് നമ്മൾ 97 കാണില്ല, ബാക്കിയുള്ള 3 മാത്രമേ കാണുള്ളൂ. നമ്മുടെ മനസ്സിൽ 100 ഫിക്സ് ആയിട്ടുണ്ട്. എൻ്റെ കാര്യത്തിൽ അത് ഒരുപാട് തവണ നടന്നിട്ടുണ്ട്. ഞാൻ 100ന്റെ തൊട്ടടുത്തെത്തി നിൽക്കുമ്പോൾ 100 എടുക്കണമെന്നുള്ള ചിന്ത വരുമ്പോൾ ഞാൻ ആ ചെറിയ റണ്ണുകളെയൊക്കെ മറക്കും. എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഇത് എങ്ങനെയെങ്കിലും അടിക്കണം, എങ്ങനെയെങ്കിലും പെട്ടെന്ന് തീർക്കണം എന്നൊക്കെയാ. വേൾഡ് കപ്പിൽ ഞങ്ങൾ കണ്ടു വെറും 3 റണ്ണാണ് ആവശ്യം. പക്ഷെ ആ 3 റൺ എടുക്കാൻ താങ്കൾ ശരിക്കും കഷ്ടപ്പെട്ടു.
അതാലോചിച്ച് റെഗ്രറ്റ് ചെയ്യാറുണ്ട്. ഞാൻ ഔട്ടായ സമയത്ത് എൻ്റെ മനസ്സിൽ എന്താ തോന്നിയതെന്ന് വെച്ചാൽ ഈ 3 റൺ ജീവിതത്തിൽ എൻ്റെ ബാക്കിയുള്ള ജീവിതത്തിൽ ഞാൻ ഉറപ്പായിട്ടും ആ 3 റണ്ണിന് വേണ്ടി റിഗ്രറ്റ് ചെയ്യും. വീണ്ടും ഒരു അവസരം എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. വേൾഡ് കപ്പ് ഫൈനലിൽ 97 റൺ എടുത്തു, 3 റൺസ് മാത്രമേ 100 തയ്ക്കാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. വീണ്ടും ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ സെഞ്ചുറി അടിക്കുകയും ഇന്ത്യൻ ടീം തോൽക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ, അതായത് മഹിളാ ജയവർദ്ധന 100 അടിച്ചിട്ട് വന്ന് ശ്രീലങ്ക തോൽക്കുകയാണ് ചെയ്തത്, ആ 100 അവിടെ അവർക്ക് വാല്യൂബിൾ ആയിട്ട് തോന്നില്ല. അതേപോലെ ഞാനന്ന് 97 റൺ അടിച്ചു, ഹയസ്റ്റ് റൺ അടിച്ചു, എന്നിട്ട് വേൾഡ് കപ്പ് ജയിച്ചു. ഞാൻ വളരെ സന്തോഷവാനായിരുന്നു. ഐ തിങ്ക് ആ സമയത്ത് അതിലും കൂടുതൽ സന്തോഷം ഉണ്ടാക്കിയ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ 100 എടുത്താലും ഞാൻ വേൾഡ് കപ്പ് വിന്നിംഗ് മെമ്പർ ആവുമായിരുന്നു. നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുകയാണെങ്കിൽ ആ 3 റൺ എനിക്ക് എപ്പോഴും ഒരു വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. ആദ്യം സേവാങ് ഔട്ടായി, അതിനുശേഷം സച്ചിൻ ഔട്ടായ സമയത്ത് ജനങ്ങൾക്ക് ആ വിശ്വാസം അങ്ങ് നഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ വിശ്വാസം കൈവിട്ടില്ല സർ, ഹോണസ്റ്റ്ലി. കാരണം ഒരു മനുഷ്യൻ പ്രതീക്ഷകൾ നഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടതുപോലെയാണ്. സച്ചിനും സേവാഗും ഔട്ടായാലും നമ്മുടെ കയ്യിൽ ഇനിയും സ്ട്രെങ്ത് ഉണ്ട്. നമ്മളപ്പോൾ ഏത് സ്റ്റേജിലാണെങ്കിലും ശരി. കാരണം നമ്മൾ വേൾഡ് നമ്പർ 1 ടീമായത് 1-2 പേരോ വെച്ചിട്ടല്ല. വേൾഡ്സ് നമ്പർ 1 ടീം, അല്ലെങ്കിൽ നമുക്ക് വേൾഡ് ചാമ്പ്യൻ ആവണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. ഓരോ പ്ലെയറും ഫീൽഡിലിറങ്ങുമ്പോൾ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ പ്രധാനമാണ്. 1-2 പ്ലേയേഴ്സിനെ വെച്ച് ഒരിക്കലും വേൾഡ് ചാമ്പ്യൻസ് ആവാൻ സാധിക്കില്ല. പക്ഷേ സച്ചിൻ ഔട്ടായ സമയത്ത് താങ്കളുടെ ഹൃദയമിടിപ്പ് കൂടിക്കാണും അല്ലേ? അല്ല സാർ, എൻ്റെ കയ്യിലപ്പോൾ ബാറ്റ് ഉണ്ടായിരുന്നു. അതല്ലാതെ ഞാൻ വേറെ ഒന്നിനെ പറ്റിയും ചിന്തിച്ചില്ല. എൻ്റെ കയ്യിൽ ബാറ്റ് ഉണ്ടായിരുന്ന അത്രയും സമയം, ഞാൻ ക്രീസിൽ ഉണ്ടായിരുന്ന അത്രയും സമയം ഞാൻ വേറെ ഒന്നിനെയും പേടിച്ചില്ല. ഒരുപക്ഷെ ഞാൻ നേരത്തെ ഔട്ടായി ഡ്രസ്സിംഗ് റൂം പോയിരുന്നെങ്കിൽ ചിലപ്പോൾ പേടിച്ചേനെ. ഞാൻ ഫീൽഡിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എൻ്റെ വരെ കളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ജയിക്കാമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. താങ്കൾ ഔട്ടായതിനു ശേഷം അപ്പോൾ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും ജയിക്കണം എന്നുള്ള അവസ്ഥയിലായിരുന്നു. ഐ തിങ്ക് നമ്മൾ 95% ജയിച്ചു എന്നുള്ള അവസ്ഥയിലായിരുന്നു. ആ സമയത്ത് 50 ബോളുകളിൽ 50 റണ്ണായിരുന്നു ആവശ്യം. പിന്നെ ഇറങ്ങാനുണ്ടായിരുന്നത് യുവരാജായിരുന്നു. അദ്ദേഹം അന്ന് നല്ല ഫോമിലായിരുന്നു. മാച്ച് ജയിക്കാനുള്ളൊരു വാശിയുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഞങ്ങൾ ജയിച്ചു. ധോണിയും അന്ന് വളരെ നന്നായിട്ട് തന്നെ കളിച്ചു. ഞാൻ ഔട്ടായിരുന്ന സമയത്ത് എനിക്ക് 95% വിശ്വാസം ഉണ്ടായിരുന്നു, ഉറപ്പായിട്ടും ഞങ്ങൾ ഈ മാച്ച് ജയിക്കുമെന്ന്. സത്യത്തിൽ ആ മാച്ച് താങ്കൾ ജയിച്ചു കൊടുത്തത് കണ്ട് ജനങ്ങൾ ശരിക്കും താങ്കളുടെ ഫോട്ടോയൊക്കെ വെച്ച് ആഘോഷിച്ചു. ശരിക്കും ആഘോഷിച്ചവർ. തീർച്ചയായും. അതിനുശേഷമാണ് മനസ്സിലായത് ഒരു സ്പോർട്ട് അല്ലെങ്കിൽ ക്രിക്കറ്റിന് ഒരു രാജ്യത്തെ മുഴുവൻ എത്രമാത്രം സന്തോഷത്തിലാക്കാൻ പറ്റുമെന്ന്. അതിനുശേഷം ഒരുപാട് കോൺട്രവേഴ്സികൾ ഉണ്ടായിരുന്നു, കമൻസുകൾ വന്നു. ആ ഒരു ഡ്യൂറേഷനിൽ ജനങ്ങൾ എല്ലാം തന്നെ മറന്ന് ആ വിജയത്തെ ശരിക്കും ആഘോഷിച്ചു. ഒരു സ്പോർട്ട് എല്ലാ ജനങ്ങളെയും ഒന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മുഴുവൻ രാജ്യത്തെയും ഒന്നിപ്പിച്ചതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചു. താങ്കളുടെ ഇൻസെക്യൂരിറ്റിയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ചില ക്രിക്കറ്റേഴ്സ് പറയാറുണ്ട് താങ്കൾ നിറയെ റണ്ണൗട്ടിലാണ് ഔട്ടാവുന്നത്. താങ്കൾ വേഗത്തിൽ ഓടുന്നൊരു വ്യക്തിയാണ്, യങ്ങുമാണ്, എന്നിട്ടും എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? 3 വർഷത്തിൽ 6 പ്രാവശ്യം റണ്ണൗട്ടായി. ഞാൻ ക്രിക്കറ്റിൽ വീരുവിൻ്റെ കൂടെ ഒരുപാട് തവണ കളിച്ചിട്ടുണ്ട്. എനിക്കും വീരുവിനും ഉള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് വേറൊരു പ്ലെയറിൻ്റെ കൂടെയും ഇല്ലാന്ന് തന്നെ ഞാൻ പറയും. കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരുപാട് തവണ കളിച്ചിട്ടുണ്ട്. ഡൽഹിക്ക് വേണ്ടി, ONGCക്ക് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി. സോ ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് വളരെ വ്യത്യസ്തമാണെന്ന് തന്നെ പറയാം. ഞാനും റോണിയും റൺ എടുക്കുമ്പോൾ ബിറ്റ്വീനിൽ ഒരുപാട് റണ്ണ് കിട്ടും. ബട്ട് വീരുവിൻ്റെ കൂടെയും ധോണിയുടെ കൂടെയും ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വേറെ പ്ലേയേഴ്സിൻ്റെ കൂടെ എനിക്കില്ല. മേ ബി ആ ഒരു റീസൺ കൊണ്ടുകൂടി ഞാൻ റണ്ണൗട്ട് ആയേക്കാം. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഓസ്ട്രേലിയയുടെ കൂടെ ക്വാർട്ടർ ഫൈനൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പിലാണ് റണ്ണൗട്ട് ആയത്. ആ സമയത്ത്, അതായത് റണ്ണൗട്ടായ സമയം വളരെ ക്രൂഷ്യലായിരുന്നു. അത് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ മേലെയാണ് ഡിപ്പെൻഡ് ആയിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ള ബാറ്റ്സ്മാനുമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അതിന്റെ അടിസ്ഥാനം. നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലെങ്കിൽ റണ്ണൗട്ട് ആവാൻ ചാൻസ് ഉണ്ട്. താങ്കൾ ഓസ്ട്രേലിയ റണ്ണൗട്ട് ആവുന്ന സമയത്ത് താങ്കളോട് യുവരാജ് പറഞ്ഞു കാണും, ഇതാ നോക്ക് ഞാൻ സേവാങ്ങൊന്നുമല്ല, അത്രയ്ക്ക് ഓടാൻ പറ്റില്ല. ആ മാച്ചിന്റെ അപ്പൊ പറഞ്ഞിരുന്നു. മാച്ചിൽ ഞങ്ങൾ ജയിച്ചല്ലോ, എല്ലാവരും സന്തോഷവാന്മാരായിരുന്നു. ഒരുപക്ഷെ തോറ്റിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും ദേഷ്യം വരുമായിരുന്നു, ഞാൻ ദേഷ്യപ്പെടുമായിരുന്നു. പക്ഷെ അന്ന് ജയിച്ചത് കൊണ്ട് ഞാനതങ്ങ് മറന്നു. ആ ഒരു മൊമെന്റിൽ എനിക്ക് ദേഷ്യം വന്നിരുന്നു. പക്ഷേ മാച്ച് ജയിച്ചത് കൊണ്ട് എനിക്ക് യുവിയോട് ഒരു പ്രത്യേക മര്യാദ തോന്നി. അതുകൊണ്ട് ദേഷ്യമൊക്കെ പോയി. താങ്കളും സേവാംഗം കളിക്കുന്ന സമയത്ത് കുറച്ച് സംഭാഷണം കൂടുതലാണല്ലോ. അതെ സാർ, ഞങ്ങൾ സംസാരിക്കും. കാരണം ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാർക്ക് എപ്പോഴും പ്രഷർ വളരെ കൂടുതലായിരിക്കും. അതും ഇന്റർനാഷണൽ ക്രിക്കറ്റ് ആണെങ്കിൽ അത് വളരെ അധികമായിരിക്കും. ന്യൂ ബോൾ കളിക്കണം, വിക്കറ്റുകൾ എടുക്കണം, പുതിയ ബോളറിന്റെ കൂടെ കളിക്കണം. ആ സമയത്ത് പാർട്ട്ണറിന്റെ കൂടെ സംസാരിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു റിലാക്സേഷൻ ഉണ്ടാവില്ല. ആ സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് എന്ത് വേണമെങ്കിലും. അതായത് ഒരാൾ റിലാക്സ് ചെയ്യിപ്പിക്കുന്നത്, കോൺഫിഡൻസ് കൊടുക്കുന്നത്. നമ്മൾ 11 പേർക്ക് എതിരായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബുദ്ധിമുട്ടുള്ള കണ്ടീഷൻസ്, പുതിയ ബോളേഴ്സ് ഫ്രഷ് ആയിരിക്കും, നമുക്കെല്ലാം ചാലഞ്ചിങ് ആയിരിക്കും. ആ സമയത്ത് നമ്മൾ പാർട്ട്ണറിന്റെ കൂടെ സംസാരിക്കാതെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് നമ്മൾ കുറച്ച് ഫണ്ണായിട്ട് സംസാരിക്കണം, വല്ല തമാശയും പറയണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പാട്ടൊക്കെ പാടാറുണ്ടോ? അതെ, പാട്ട് പാടാം, അതുപോലെ എന്ത് വേണേലും ചെയ്യാം സാർ. ജോക്ക് പറയാം, തമാശകൾ പറയാം, ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ എന്ത് വേണേലും ചെയ്യാം സാർ. അങ്ങനെയാണെങ്കിലേ പെർഫോമൻസ് നന്നാവൂ.
അതായത് വീരേന്ദ്ര സേവാങ്ങിനൊപ്പം കളിക്കുന്ന സമയത്ത് താങ്കൾ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്, ശരിക്കും ലക്കിയാണെന്ന് ഫീൽ ചെയ്യാറുണ്ട്, നന്നായിട്ട് കളിക്കാറുണ്ട്. ഞാൻ ഐ തിങ്ക് വീരേന്ദ്ര സെവാഗുമായിട്ട് നോക്കുകയാണെങ്കിൽ ഓഫ് ദി ഫീൽഡും എനിക്ക് അദ്ദേഹമായിട്ട് നല്ലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഓഫ് ദി ഫീൽഡിലും രണ്ടുപേർ തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ ഓൺ ദി ഫീൽഡിലും അത് ഉറപ്പായിട്ടും റിഫ്ലക്റ്റ് ആവും. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് നിന്ന് ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേർക്കും നന്നായിട്ട് കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. റണ്ണിങ് ബിറ്റ്വീൻ ദ വിക്കറ്റ്സ് അത് രണ്ടുപേർക്കിടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് ചെയ്യാൻ പറ്റൂ. അദ്ദേഹം എങ്ങനെ കളിക്കുമെന്ന് എനിക്കറിയാം, ഞാൻ എങ്ങനെ കളിക്കുമെന്ന് അദ്ദേഹത്തിനും അറിയാം. രണ്ടുപേരും എല്ലാം ഷെയർ ചെയ്യാറുണ്ട്, എന്തൊക്കെ തെറ്റുകൾ പറ്റുന്നുണ്ട്, എന്തൊക്കെ തിരുത്തണം എന്നൊക്കെ എല്ലാ ഉപദേശങ്ങളും കൊടുക്കും. ചില സമയത്ത് ചില ബോളേഴ്സിനെതിരെ എനിക്ക് കളിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറയാറുണ്ട്. എനിക്ക് പകരം അദ്ദേഹത്തോട് ഫേസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കൂ. ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഞങ്ങൾക്കിടയിൽ ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒന്നിച്ച് ഒരുപാട് നേരം കളിക്കാൻ പറ്റില്ല. ഒരു ബോളർ എനിക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ എനിക്ക് വേറെ അദ്ദേഹത്തോട് കളിക്കാൻ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. എന്നെ കൊണ്ട് കളിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ കളിക്കണമെന്ന് ഞാൻ ഒരുപാട് തവണ ബോളറിനെ എനിക്ക് ഫേസ് ചെയ്യാൻ സാധിക്കില്ലെന്ന് താങ്കൾ എപ്പോഴെങ്കിലും വീരേന്ദ്ര സേവാങ്ങിനോട് പറഞ്ഞിട്ടുണ്ടോ? ആ ബോളറിനെ സേവാങ് അടിച്ച് നിലംപരിശാക്കിയതും കണ്ടിട്ടുണ്ട്. അങ്ങനെയും നടന്നിട്ടുണ്ട്. ഒരു ബോളറിനെതിരെ എനിക്ക് കളിക്കാൻ പറ്റുന്നില്ല, അൺകംഫർട്ടബിൾ ആണ് എന്നൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് നാണം കെടാൻ മാത്രം എന്താ ഉള്ളത്? ഒരാൾക്ക് ആരോട് വേണമെങ്കിലും ഡിസ്കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ആകും. അതുപോലെ തന്നെയാണ് എനിക്കും തോന്നിയത്. സേവാങ് ഒരിക്കലും ഒരു ഡിസ്കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്നില്ല, ആരാണെങ്കിലും അടിച്ച് നിലംപരിച്ചു. സാർ അത് പിന്നെ അങ്ങനെ ആവാനും സാധ്യതയുണ്ട്. പക്ഷേ ടു ബി ഹോണസ്റ്റ് അദ്ദേഹം എന്നോട് ഇതുവരെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും എതിരെ കംഫർട്ടബിൾ ആയിട്ട് കളിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ചില സമയത്ത് ബോളേഴ്സ് നന്നായിട്ട് തന്നെ ബോളർ ചെയ്യും, അത് അവരുടെ ടാലന്റ്. അപ്പോൾ ബാറ്റ്സ്മാന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതൊക്കെ മറികടന്നുകൊണ്ട് ഡോമിനേഷൻ ചെയ്യാൻ സാധിക്കണം. താങ്കൾ യൂസ് ചെയ്യുന്ന ബാറ്റ് വീരേന്ദ്ര സേവാങ് ആണ് താങ്കൾക്ക് നൽകിയത്. താങ്കൾ അതാണ് എപ്പോഴും യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ കേട്ടു, സത്യമാണോ? ഫോർച്ചുനേറ്റ്ലി ഇതുവരെ അദ്ദേഹം എനിക്ക് തന്ന ബാറ്റുകളൊക്കെ തന്നെ ലക്കിയായിട്ട് തന്നെയാണുള്ളത്. അത് 2007 2020 വേൾഡ് കപ്പ് സമയത്തൊന്നും എനിക്ക് തന്നിരുന്നു. അതുപോലെ ഓസ്ട്രേലിയക്കെതിരെ 100 അടിച്ചപ്പോഴും എനിക്കൊരു ബാറ്റ് തന്നിരുന്നു. ഇതുവരെ അദ്ദേഹം തന്ന ബാറ്റുകളിലൊക്കെ ഞാനും ഒരുപാട് റണ്ണുകൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്കൊരു ലക്കി ചാമാണെന്ന് തന്നെ ഞാൻ പറയും. അപ്പോൾ ഇതൊരു സൂപ്പർസിഷനാണോ? അതായത് അദ്ദേഹം നൽകിയ ബാറ്റ് വെച്ച് താങ്കൾക്ക് നിറയെ റൺ എടുക്കാൻ പറ്റുമെന്ന്? ഒരുപക്ഷെ എനിക്ക് റൺ എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തോടാണ് ചോദിക്കാറ്, ഒരു നല്ല ബാറ്റ് തരൂ എന്ന്. ഗൗതം, സച്ചിൻ ഒരു ലോകപ്രശസ്തനായ പ്ലെയറാണ്, വളരെ നല്ലൊരു പ്ലെയറാണ്. വളരെ വർഷങ്ങളായിട്ട് അദ്ദേഹം കളിക്കുന്നുണ്ട്. അദ്ദേഹത്തോടൊപ്പം കളിക്കുന്ന സമയത്ത് താങ്കൾക്കൊരു ഇൻഫീരിറ്റി കോംപ്ലക്സ് വരാറുണ്ടോ? അതായത് ഇത്രയും വലിയ പ്ലെയറിനോടൊപ്പം കളിക്കുന്നു എന്നുള്ള? ഇല്ല സാർ, ഞാൻ ഇതുവരെ അങ്ങനെ ആരെയും കോപ്പി ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അതുപോലെ ഹൈലൈറ്റ്സും ചെയ്തിട്ടില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടല്ലോ. അതായത് എൻ്റെ കയ്യിൽ ബാറ്റുള്ള അത്രയും കാലം ആരെ കണ്ടാലും എനിക്കൊരു കോംപ്ലക്സും തന്നെ ഉണ്ടാവാറില്ല. അത് ഞാൻ ഉറപ്പിച്ചു പറയും. നമ്മൾ ഒരാളെ കോപ്പി അടിക്കാൻ നോക്കുമ്പോഴാണ് അത്തരത്തിലൊരു കോംപ്ലക്സ് നമുക്കുള്ളിൽ ഉണ്ടാവുക. അതല്ല നമ്മൾ ഒരാളെ പോലെ ആയി തീരണമെന്ന് ആഗ്രഹിച്ചാലും നമുക്കങ്ങനെ തോന്നും. ഞാൻ എൻ്റേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. ഞാൻ ഐഡന്റിറ്റി ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ വേറെ കോംപ്ലക്സ് ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് ആരെങ്കിലും ഒരു ഐഡൽ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ തോന്നാം. എനിക്ക് ക്രിക്കറ്റിൽ അങ്ങനെ ഐഡൽ ഇല്ല. ക്രിക്കറ്റിലും താങ്കൾക്ക് ഐഡിയൽ ഇല്ല, അതുപോലെ ജീവിതത്തിലും ഐഡിയലായിട്ട് ആരുമില്ലേ? ഉണ്ട് സാർ, ഭഗത് സിംഗ്. ഞാൻ എപ്പോഴും അദ്ദേഹത്തെ പറ്റി ചിന്തിക്കാറുണ്ട്. അദ്ദേഹം എനിക്ക് വലിയൊരു ഇൻസ്പിറേഷൻ തന്നെയാണ്. ഞാൻ ഇതുവരെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ മുഴുവനായിട്ടും വായിച്ച ഒരു പുസ്തകം ഇതാണ്. അത് അദ്ദേഹത്തെ പറ്റിയുള്ള ഒന്നായിരുന്നു. അദ്ദേഹം അല്ലാതെ എനിക്ക് വേറെ ഐഡൽ ആരുമില്ല. ആദ്യം ഞാൻ താങ്കളോട് നമസ്കാരം പറയുന്നു സർ. നമസ്കാരം. അതോടൊപ്പം ആശംസകളും നേരുന്നു. അതായത് വേൾഡ് കപ്പ് വിജയിപ്പിച്ച് ഇവിടെ ഉള്ളവരുടെ എല്ലാ ആഗ്രഹം സാർ നിറവേറ്റിയിരിക്കുകയാണ്. താങ്ക് യു. എന്റെ ചോദ്യം വേൾഡ് കപ്പിനെ കുറിച്ചാണ്. ട്രോഫി കിട്ടിയത് ഞങ്ങൾ ന്യൂസിലും ചാനലിലും ഒക്കെ കണ്ടതാണ്. അത് റെപ്ലിക്കയാണെന്നും പറയുന്നു. ആ ട്രോഫി താങ്കൾക്ക് കയ്യിൽ വാങ്ങിക്കുമ്പോൾ അത് റെപ്ലിക്കയാണെന്ന് താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല സർ? ഐ തിങ്ക് ഇപ്പോഴും ജനുവൻലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഇപ്പോഴും അറിയില്ല. എനിക്ക് ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എപ്പോഴും ഒറിജിനലായിട്ട് തന്നെ അതിനെ കാണുന്നത്. അതിനുശേഷമാണ് ന്യൂസൊക്കെ വന്നത്. അതിനെപ്പറ്റി എനിക്ക് എക്സാക്റ്റ് ആയിട്ടൊന്നും അറിയില്ല. ഞങ്ങൾ ആ ട്രോഫി വാങ്ങിയപ്പോൾ അത് ഒറിജിനലാണെന്നാണ് കരുതിയത്. പിന്നെയാണ് അതിനെപ്പറ്റിയുള്ള ന്യൂസുകളൊക്കെ വന്നത്. ഇല്ല സാർ, അതെല്ലാം ചാനലിലും മീഡിയയിലും കാണിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് താങ്കൾ ആരോടും ഒന്നും ചോദിച്ചിരുന്നില്ലേ? BCCIയോടോ ICCIയോടോ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന്? ഹോണസ്റ്റ്ലി BCCI ഈ കാര്യം ചോദിച്ചിട്ടുണ്ടാവാം ICCയോട്. അത്രയും വലിയൊരു ഇവന്റ് അല്ലേ വേൾഡ് കപ്പ്. അപ്പോൾ റെപ്ലിക്ക കൊടുക്കാനുള്ള ഒരു സാധ്യതയില്ല. ലോകത്തെ ഒരുപാട് രാജ്യങ്ങൾ കളിക്കുന്ന ഒരു വലിയ ടൂർണമെന്റ് തന്നെയല്ലേ അത്. ഒരുപാട് രാജ്യങ്ങൾ കളിക്കുന്നുണ്ട്. സോ ഒറിജിനൽ ട്രോഫി തന്നെ ആയിരിക്കണം തന്നത്. തീർച്ചയായും സാർ, ആ ട്രോഫി ഞങ്ങൾക്ക് ഇമോഷണലി വളരെ അറ്റാച്ച്ഡ് ആണ്. നിങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കും അത് അങ്ങനെ തന്നെയാണ്. ഹോപ്പ്ഫുള്ളി നിങ്ങളുടെ കാര്യം മാത്രമല്ല, അത് നമ്മൾ എല്ലാവരുടെയും കാര്യമാണ്. അതായത് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ ആ ട്രോഫിയാണ്. ഈ മുഴുവൻ രാജ്യത്തിന്റെയും സ്വപ്നം അതാണ്. അപ്പോൾ അത് തീർച്ചയായും ഒറിജിനൽ ആയിരിക്കണം. താങ്ക് യു. അതിനുശേഷം താങ്കൾ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടോ? അതായത് BCCI ഒഫീഷ്യലിന്റെ അടുത്ത് അല്ലെങ്കിൽ ക്യാപ്റ്റന്റെ അടുത്ത് ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ചോദിച്ച് മനസ്സിലാക്കിയോ? അൺഫോർച്ചുനേറ്റ്ലി എനിക്കപ്പോൾ തീരെ സമയമില്ലായിരുന്നു. 2 ദിവസത്തിന് ശേഷം IPLും തുടങ്ങാനിരിക്കുകയായിരുന്നു. എല്ലാവരും അപ്പോൾ IPL ട്രോഫി ആർക്കാണ് കിട്ടുക എന്നതിനെ പറ്റി ചിന്തിക്കുകയായിരുന്നു. ഒരു ഭാഗത്ത് ആ ഒരു ചിന്ത. സോ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഈവന്റ് തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ
അത് ഡ്യൂപ്ലിക്കേറ്റ് ട്രോഫി ആവാൻ സാധ്യതയില്ല. അത് ഡ്യൂപ്ലിക്കേറ്റ് ആവാൻ പാടില്ല. ഗൗതം, ഇനിയും ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഗൗതം ഗംഭീറിനോടുള്ള ചോദ്യങ്ങൾ നമ്മൾ തുടരുന്നതായിരിക്കും. അതുവരെ കാത്തിരിക്കുക. ഞാൻ അഫ്രീഡിയോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു കാര്യം മാത്രമാണ്. അദ്ദേഹം തുടങ്ങിയ കാലത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും കളിക്കുന്നത്. അദ്ദേഹത്തിന്റെ മാനസിക വളർച്ച ഇപ്പോഴും ഒരു 16 വയസ്സുകാരൻ്റെതുപോലെ തന്നെയാണ്. അദ്ദേഹം കമന്റുകൾ ചെയ്യുന്ന രീതി അങ്ങനെയാണല്ലോ. ഇതിനപ്പുറം എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ക്രിക്കറ്റർ ഗൗതം ഗംഭീറാണ്. ആപ്കി അദാലത്തിലെ അടുത്ത ചോദ്യം. ആപ്കി അദാലത്തിൽ ക്രിക്കറ്റർ ഗൗതം ഗംഭീറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം വരുന്നു എന്നുള്ളതാണ്. ഗൗതം, താങ്കളെ ഞങ്ങൾ എപ്പോഴൊക്കെ ഫീൽഡിൽ കാണുന്നോ അപ്പോഴെല്ലാം താങ്കൾ വളരെ ടെൻസായിട്ടാണുള്ളത്. മുഖത്തിലും ദേഷ്യമുണ്ട്, താങ്കളുടെ കണ്ണുകളിലും ദേഷ്യമുണ്ട്. അത് ദേഷ്യമല്ല, അത് പാഷനാണ്. നമ്മുടെ പാഷനിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു ദേഷ്യം വരികയാണെങ്കിൽ അത് ജയിക്കാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോൾ നമുക്ക് ഫീൽഡിൽ ഇറങ്ങി ഒരിക്കലും എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ. ജയിച്ചതിന് ശേഷം റിസൾട്ടിന് ശേഷം നമുക്ക് എത്ര വേണമെങ്കിലും എൻജോയ് ചെയ്യാം. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൺട്രിക്ക് വേണ്ടി കളിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കൊരു ദൗത്യം അവിടെ ഉണ്ട്. ജനങ്ങൾ നമ്മുടെ മേൽ ഒരുപാട് പ്രതീക്ഷ വെച്ചിട്ടുണ്ട്. മൈതാനത്തിൽ നമ്മുടെ 100% നമ്മൾ പുറത്തെടുക്കണം. മാച്ചിന് ശേഷം നമുക്ക് എൻജോയ് ചെയ്യാൻ ഒരുപാട് സമയമുണ്ടല്ലോ. മിസ്റ്റർ ക്യാപ്റ്റൻ കൂൾ മഹേന്ദ്ര സിംഗ് ധോണി താങ്കൾക്ക് എങ്ങനെ കൂളായിരിക്കണമെന്ന് പറഞ്ഞു തരില്ലേ? ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ സ്റ്റൈൽ ഉണ്ടല്ലോ. അദ്ദേഹത്തിന്റെ സ്റ്റൈലിൽ അദ്ദേഹം അങ്ങനെയാണ്. മാച്ച് കളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെതായ ഒരു സ്റ്റൈലുണ്ട്. മറ്റുള്ള ഒരാളെ പോലെ ആവണമെന്ന് ഞാൻ ഒരിക്കലും ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല. തുടക്കം മുതൽ തന്നെ ഞാൻ എൻ്റെതായ സ്റ്റൈലിൽ തന്നെയാണ് ക്രിക്കറ്റ് കളിക്കുന്നത്. ഇതിനകത്ത് മാറ്റാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും. അതായത് റിസൾട്ട് ഒന്നും നമ്മുടെ കയ്യിലല്ല. നമ്മൾ 100% ശ്രമിക്കണം. അതിനുശേഷം എന്ത് സംഭവിക്കുന്നെന്ന് നമ്മൾ നോക്കുക. എൻ്റെ ഒരു ഫിലോസഫി പ്രകാരം ഏത് മാച്ച് തന്നെ ആയാലും വിജയം എന്നത് വളരെ പ്രധാനമാണ്. ബിക്കോസ് അൾട്ടിമേറ്റ്ലി നിങ്ങൾ എത്രയൊക്കെ തന്നെ പെർഫോം ചെയ്തിട്ടും അവസാനം തോറ്റുപോവുകയാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നും തന്നെ സന്തോഷം നൽകുകയില്ല. നമ്മൾ 100% പെർഫോം ചെയ്താലും 200% ചെയ്താലും മൈതാനത്തിൽ 2 ടീമുകൾ ഇറങ്ങും. അതിനകത്തുനിന്ന് ഒരു ടീം മാത്രമേ ജയിക്കുകയുള്ളൂ. നമ്മുടെ ടീം ജയിച്ചാൽ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും. അതല്ലാതെ ഞാൻ മാക്സിമം ശ്രമിച്ചു നോക്കി, മാക്സിമം കളിച്ചു നോക്കി, എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ ദുഃഖിക്കുന്നതിന് പകരം ജയിക്കുക തന്നെയാണ് പ്രധാനം. ജയം തന്നെയാണ് പ്രധാനം. പിന്നെ റിസൾട്ടിന് ശേഷമാണ് എൻജോയ്മെന്റ് ചെയ്യേണ്ടത്. 6-7 മണിക്കൂർ നമ്മൾ ഗ്രൗണ്ടിൽ ഉള്ളിടത്തോളം നേരം ആ നേരത്ത് നമുക്ക് ജയിക്കുന്നതിനെ പറ്റി മാത്രമായിരിക്കണം ചിന്ത, ക്രിക്കറ്റിനെ പറ്റി മാത്രമായിരിക്കണം ചിന്ത. ഞങ്ങൾ തോറ്റുപോയല്ലോ എന്ന് താങ്കൾ ശരിക്കും ഫീൽ ചെയ്തൊരു മാച്ച് എന്ന് വെച്ചാൽ അത് ഏതായിരിക്കും? ഒരു മാച്ച് മറക്കാൻ പറ്റില്ല. ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനെതിരെ. ആ മാച്ചിൽ ഞങ്ങൾ ജയിക്കേണ്ടതായിരുന്നു. അന്ന് ഞാൻ 57 റണ്ണെടുത്ത് റണ്ണൌട്ടായി. ആ സമയത്ത് ഞാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും എനിക്കതൊരിക്കലും മറക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ മനസ്സിൽ നിന്നത് മായുന്നേയില്ല. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങളന്ന് പാകിസ്ഥാനെതിരെ കളിച്ചത്. അതിനു മുന്നേ യൂനസ് ഖാൻ ഒരു കമന്റ് കൊടുത്തിരുന്നു. അതായത് എങ്ങനെയെങ്കിലും ഇന്ത്യയെ തോൽപ്പിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യമെന്നും പറഞ്ഞ്. ഒബ്വിയസ്ലി എനിക്ക് ആ ഒരു കാര്യവും വളരെ മോട്ടിവേഷനായിട്ട് തോന്നിയിരുന്നു. ഞാൻ എങ്ങനെയാണ് ആ മാച്ചിൽ കളിച്ചത്, ഞാൻ എങ്ങനെയാണ് ആ മാച്ചിൽ റണ്ണൌട്ടായത്, ആ കാര്യങ്ങൾ എനിക്ക് ഇപ്പോഴും മറക്കാൻ സാധിക്കുന്നില്ല. ആ മാച്ചിൽ ജയിക്കാൻ കഴിയാത്തതിന്റെ കുറ്റബോധം എനിക്ക് ഇപ്പോഴും ഉണ്ട്. താങ്കൾക്ക് ആ റണ്ണൌട്ട് ഓർമ്മ കാണും. പക്ഷേ 2003 താങ്കൾക്കോ അഫ്രീദിക്കോ ഉള്ള ആ വഴക്ക് അത് ജനങ്ങൾ ഒരിക്കലും മറക്കില്ല. അതായത് ഹീറ്റ് ഓഫ് ദ മൊമെന്റ് എന്ന് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. ഇന്ത്യക്കും പാകിസ്ഥാനും ലാംഗ്വേജ് ഒന്ന് തന്നെയാണ്. വേറെയും ചില കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതൊക്കെ വളരെ പേഴ്സണലായിട്ടും മാറും. അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ഥിരം നടക്കാറുള്ളതാണ്. മേ ബി അതിനുശേഷം ഞാൻ റിയലൈസ് ചെയ്തു ആ സമയത്ത് ഞാൻ എത്രമാത്രം ഫോമിലായിരുന്നു എന്ന് വെച്ചാൽ ഒരുപക്ഷെ അതിനുശേഷം എന്നെ ബാൻ ചെയ്താലും, ഒരുപക്ഷെ ഇന്ത്യ 1, 2, 3 മാച്ചുകൾ തോറ്റുപോയാലും അന്നൊക്കെ ഞാൻ എന്നെ മാത്രമായിരുന്നു ബ്ലെയിം ചെയ്യുക. കാരണം എന്റെ അവസ്ഥ അന്ന് അത്രയും മോശമായിരുന്നു. അല്ല, ആ കാര്യങ്ങളൊന്നും എനിക്കിപ്പോൾ തൽക്കാലം പറയാൻ സാധിക്കില്ല. ബിക്കോസ് അതൊക്കെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അവരന്ന് ഉപയോഗിച്ച വാക്കുകൾ, ക്രിക്കറ്റിൽ ഇതൊക്കെ വളരെ സാധാരണയായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ പറഞ്ഞാണ് വഴക്കുണ്ടാക്കിയെന്ന് ജനങ്ങളോടൊന്ന് പറയാൻ സാധിക്കും? അതെ സർ, പറയാൻ പറ്റില്ല. അതിനുശേഷം കുറച്ചുനാൾ കഴിഞ്ഞ് കമറാൻ അക്മലിന്റെ അടുത്തും വഴക്കുണ്ടാക്കിയെന്ന് കേട്ടു. അതായത് കമറാൻ അക്മലുമായിട്ട് എനിക്ക് വളരെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് അല്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഫീൽഡിനകത്ത് എന്താണ് സംഭവിക്കുകയെന്ന് വെച്ചാൽ അവരും ജയിക്കാൻ വേണ്ടി ശ്രമിക്കും, നമ്മളും അതിനുവേണ്ടി ശ്രമിക്കും. മാച്ചിനിടയ്ക്ക് ഞാനൊരു ഷോട്ട് അടിച്ചിരുന്നു. അവരതിന് അപ്പീൽ ചെയ്തു. ഞാനപ്പോൾ നോട്ടൗട്ട് തന്നെയാണ്, നോട്ടൗട്ടാണെന്ന് ഞാനും അവരോട് പറഞ്ഞു. വെറുതെ അപ്പീൽ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അതിനുശേഷം ആ സംഭവം കുറച്ച് വഷളായി. കോൺവെർസേഷൻ വല്ലാത്ത രീതിക്ക് മാറിപ്പോയി. തർക്കം പിന്നീട് റിയാക്ഷനിലേക്ക് മാറി. പിന്നെ എക്സ്ചേഞ്ച് ഓഫ് വേർഡ്സും വളരെ മോശമായി. ഭയങ്കര ഹീറ്റ് ആയിട്ടുള്ള മൊമെന്റ് ആയിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് സ്റ്റേജിലായിരുന്നു ആ മാച്ച്, അതും ഏഷ്യ കപ്പ്. അന്ന് ജയിക്കുന്നവർ അടുത്ത സ്റ്റേജിലേക്ക് ക്വാളിഫൈ ആവും. ഒരുപക്ഷെ ആ സമയത്ത് ഞാൻ ഔട്ട് ആവുകയാണെങ്കിൽ ടീം ജയിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാവുമായിരുന്നു. എന്തായാലും ഷാഹിദ് അഫ്രീഡിയായിട്ട് നടന്ന രീതിക്കുള്ള സംഭവമൊന്നും എനിക്ക് കമറാൻ അക്മലിന്റെ കൂടെ നടന്നിട്ടില്ല. പക്ഷേ കമറാൻ അക്മൽ വളരെ അപ്പീൽ ചെയ്യുന്ന ആളാണ്. കമറാൻ അക്മൽ മാത്രമല്ല, മുഴുവൻ പാകിസ്ഥാൻ ടീമും അങ്ങനെയാണ്.
പക്ഷെ അക്മൽ കീപ്പ് ചെയ്യുന്ന സമയത്ത് പുറയുന്ന സൗണ്ട് വന്നുകൊണ്ടിരിക്കും സബാഷ് സബാഷ് എന്ന്, ശരിയല്ലേ? അപ്പോൾ ആ ബാറ്റ്സ്മാൻ ഡിസ്റ്റർബ് ആവുന്നത് സത്യമല്ലേ? അതൊക്കെ ശീലമായി പോയി. അവർ ഒച്ച വെക്കുന്നത് നോക്കി നിന്നാൽ നമ്മളെ കൊണ്ട് കളിക്കാൻ പറ്റില്ല. ചെവി വേദനിക്കുന്ന രീതിക്ക് അവർ ഒച്ച വെക്കും. അപ്പോൾ മനഃപൂർവ്വം നമ്മുടെ കോൺസെൻട്രേഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയാണോ അവരങ്ങനെ ചെയ്യുന്നത്? അതായത് ഓരോ കീപ്പറും ഡിഫറൻ്റ് ആണ്, ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽ ആണ്. നമ്മൾ ധോണിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ ഒച്ച വെക്കില്ല. പക്ഷേ അക്മൽ ഒച്ച വെക്കും. അത് അദ്ദേഹത്തിന്റെ ഓൺ തിങ്കിങ് ആണ്. ഓരോ കീപ്പറും ഇൻഡിവിജ്വലായിട്ട് വളരെ ഡിഫറൻ്റ് ആയിരിക്കും. ഇന്റർനാഷണൽ ക്രിക്കറ്റിനെ നോക്കുകയാണെങ്കിൽ ഇതൊന്നും വളരെ ബോധറാവേണ്ട ആവശ്യമില്ല. ഓരോരുത്തരും ഫീൽഡിൽ ഒച്ച വെക്കും, പക്ഷേ അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ടതില്ല. പക്ഷേ പല സമയത്തും അതൊരു പ്രഷർ ക്രിയേറ്റ് ചെയ്യും. നിന്നുകൊണ്ട് താങ്കളെ ചെവിയുടെ അടുത്താണ് ബഹളം വെക്കുന്നത്. ക്രിക്കറ്റിലെ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ബോളർ ബോളിംഗ് ചെയ്യാൻ വരുന്ന സമയത്ത് ആ സമയത്ത് എല്ലാവരും സൈലന്റ് ആയിട്ട് ഇരിക്കേണ്ടത് പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വളരെ കാര്യമാക്കാറില്ല. നമ്മൾ പ്രഷറുള്ള സമയത്ത് നമ്മുടെ അടുത്തുള്ള ഫീൽഡർ വല്ല ഒച്ചയും വെക്കുകയാണെങ്കിൽ നമ്മുടെ പ്രഷർ കൂടാൻ ചാൻസ്. താങ്കൾക്ക് ഓസ്ട്രേലിയൻ പ്ലേയേഴ്സിന്റെ കൂടെ വഴക്കുണ്ടാകുന്ന സമയത്ത് അതിന്റെ കാരണം എന്തായിരിക്കും? പാകിസ്ഥാനെ കുറിച്ച് നമുക്ക് മനസ്സിലാവും, അതിന്റെ സെന്റിമെന്റ് വേറെയാണ്. അതായത് പല വർഷങ്ങളായിട്ട് ഇന്ത്യയും ഓസ്ട്രേലിയയും രണ്ടുപേരും വേൾഡിലെ തന്നെ ടോപ്പ് ടീമുകളാണ്. ഓസ്ട്രേലിയക്ക് ഇതുവരെ നല്ല കോമ്പറ്റീഷൻ കൊടുത്ത ടീമുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ തോൽപ്പിച്ചിട്ടുണ്ട്, അതിൽ നോ ഡൗട്ട്. പിന്നെ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചത് ഇന്ത്യയാണ്. അത് ഇന്ത്യയിലും ശരി ഓസ്ട്രേലിയയിലും ശരി. ജനങ്ങൾ വളരെയധികം സന്തോഷപ്പെട്ടു റിക്കി പോണ്ടിങ്ങിന്റെ അരകന്റെ ഗൗതം ഗംഭീർ ചാലഞ്ച് ചെയ്തെന്ന്. ഓസ്ട്രേലിയയിലേക്ക് ഞങ്ങൾ കളിക്കാൻ പോകുമ്പോൾ എപ്പോഴും ഞാൻ എൻ്റെ ബെസ്റ്റ് മൊമെന്റുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. ജനങ്ങളെ ഞങ്ങൾ അറിയിക്കാൻ ശ്രമിക്കും, ബെസ്റ്റ് ടീം ഇൻ ദ വേൾഡ്, വൺ ഓഫ് ദ ബെസ്റ്റ് ടീം ഇൻ ദ വേൾഡ്. നമ്മൾ ഇനിയും റൺ എടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരും. IPL മാച്ചിൽ ഞാൻ കേട്ടിരുന്നു താങ്കൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി കളിക്കുന്ന സമയത്ത് ഡാനിയലിന്റെ കൂടെ താങ്കൾക്ക് എന്തോ വഴക്കുണ്ടായെന്ന് കേട്ടു. ഡാനിയൽ കൃഷ്ണനെ പറ്റി എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. ഇന്ററാക്ഷൻ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഇദ്ദേഹത്തെ പറ്റി ഇത്ര കാര്യങ്ങളെ അറിയൂ, കൂടുതൽ അറിയാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞു. പക്ഷേ TV-യിൽ ജനങ്ങൾ കാണുന്ന സമയത്ത് മറ്റുള്ളവർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ജനങ്ങൾ എന്താ കരുതിയെന്ന് വെച്ചാൽ ഗൗതം ഗംഭീറിനെ വിടുകയാണെങ്കിൽ കഴുത്ത് ഞെരിച്ച് കളയുന്ന ഒരു ഫീൽ ആയിരുന്നു അപ്പോൾ നടന്നത്. ഇല്ല സർ, ഞാൻ അത്രയ്ക്കൊന്നും ശക്തിയുള്ളവനല്ല ഒരാളുടെ കഴുത്ത് പിടിക്കാൻ മാത്രം. ഞാൻ ശ്രമിക്കുക ഒരു മാച്ചിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ജയിക്കാൻ മാത്രമാണ്, അതല്ലാതെ വേറൊന്നും ഞാൻ നോക്കാറില്ല. പക്ഷേ പേപ്പറിൽ ഇതുപോലത്തെ ന്യൂസൊക്കെ വരും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായിക്കാറുണ്ട്. ഗംഭീറിന് വീണ്ടും ദേഷ്യം വന്നു, പക്ഷേ കൊടുങ്കാറ്റ് വരാതെ പോയെന്ന്. അതായത് അങ്ങനെയൊന്നും ഇല്ല സർ, ഒരിക്കലും അങ്ങനെ ഒരു കൊടുങ്കാറ്റൊന്നും ഉണ്ടായിട്ടില്ല. ചില സമയത്തൊക്കെ ദേഷ്യം വരും, അത്രയേ ഉള്ളൂ. ആസ് ആൻ ഇൻഡിവിജ്വൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മെച്യൂറായിട്ട് മാറും. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷെയ്ൻ വാട്സന്റെ ഒരു ഇൻസിഡന്റ് നടന്ന സമയത്ത് തന്നെ ബാൻ ചെയ്തു. അതിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതിനുശേഷം ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഒരിക്കൽ പോലും ബാൻ ആകരുതെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ബിക്കോസ് ബാൻ എന്ന് വെച്ചാൽ നമ്മുടെ മേൽ ചുമത്തുന്ന ഒരു വലിയ ടാഗ് തന്നെയാണ്. അത് നീക്കം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ അതൊരിക്കലും ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ഒരുപാട് കൺട്രോൾ ചെയ്യും. വൺസ് ഇൻ എ വൈൽ ചെറിയ ചെറിയ ആർഗ്യുമെന്റുകളൊക്കെ നടക്കും. അതിനെന്ത് ചെയ്യാൻ പറ്റും? ആർഗ്യുമെന്റ് ഒക്കെ ശരിയാണ്, പക്ഷേ ഈ കയറ്റുന്നതൊക്കെ ശരിയാണ്. അത് പിന്നെ ഐ തിങ്ക് അത് പിന്നെ ഓണസ്റ്റ്ലി എനിക്കിപ്പോഴും തോന്നുന്നത് ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല, ഓട്ടോമാറ്റിക്കായിട്ട് വന്നതാണ്. ഞാൻ സെക്കൻഡ് റണ്ണിന് വേണ്ടി ടേൺ ചെയ്തു, പക്ഷേ പ്രതീക്ഷിക്കാത്ത രീതിക്ക് അത് വന്നു. ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിക്ക് തന്നെ റഫറി എന്നെ ബാൻ ചെയ്യുകയും ചെയ്തു. ഇറ്റ്സ് ഫൈൻ. അതിനുശേഷം ഒരിക്കലും അങ്ങനെയൊന്നും നടക്കാൻ പാടില്ല എന്നുള്ള രീതിക്ക് ഞാൻ എന്നെ കൺട്രോൾ ചെയ്തു. ഗൗതം, നമ്മൾ ഫൈനൽ ജയിച്ചതിന് ശേഷം അഫ്രീദി പാകിസ്ഥാനിലേക്ക് പോയി ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയിരുന്നു. അതായത് താങ്കളെ റെഫർ ചെയ്താണ്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലുള്ളവരുടെ ഹൃദയം പാകിസ്ഥാനിലുള്ളവരുടെ കൂട്ട് വലിയ ഹൃദയമല്ല, വളരെ വിശുദ്ധമായ നല്ല ഹൃദയം അവർക്കാർക്കുമില്ലെന്ന് താങ്കളെ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഞാൻ അഫ്രീദിയോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു കാര്യം മാത്രമാണ്. അദ്ദേഹം തുടങ്ങിയ കാലത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും കളിക്കുന്നത്. അദ്ദേഹം ഇൻഡിവിജ്വലി വളരെ മെച്യൂർഡ് ആയിട്ടില്ല. അതായത് അദ്ദേഹം 16 വയസ്സിൽ ഡെബ്യൂട്ട് കൊടുത്ത ആളാണ്. അദ്ദേഹത്തിന്റെ മാനസിക വളർച്ച ഇപ്പോഴും ആ 16 വയസ്സുകാരൻ്റെ തന്നെയാണ്. അദ്ദേഹം കമന്റുകൾ ചെയ്യുന്ന രീതി അങ്ങനെയാണല്ലോ. ഇതിനപ്പുറം എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ വേൾഡ് കപ്പ് ജയിക്കുകയാണെങ്കിൽ ഞങ്ങളത് 26/11 വിക്ടിംസിന് ഡെഡിക്കേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇതിൽ വേറെ കോൺട്രവേഴ്സി ഒന്നും ക്രിയേറ്റ് ചെയ്തില്ല. ഇതെന്റെ പേഴ്സണൽ വിഷ് മാത്രമായിരുന്നു. പക്ഷേ അഫ്രീദിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ കാര്യം വേറെ എല്ലാവരും ഇത്രയും സീരിയസ് ആവാൻ കാരണം താങ്കൾ പറഞ്ഞിരുന്ന വാക്കാണ്. അതായത് ഞങ്ങൾ ഈ വിജയം ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നു, അതായത് 26/11 മരിച്ചുപോയ അവർക്ക് വേണ്ടി. എക്സാക്ട്ലി, അതെന്റെ ഒരു പേഴ്സണൽ വിഷായിരുന്നു. ഒരുപക്ഷെ ആരെങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾ ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി എല്ലാവർക്കും ഒരു വിഷ് ഉണ്ടാവും. അത് മാത്രമാണ് ഞാനും പറഞ്ഞത്. ഞാൻ അവർക്ക് ഒരു ട്രിബ്യൂട്ട് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു 26/11 വിക്ടിംസിന്. ഞാൻ പറഞ്ഞ കാര്യം അവർ വേറെ രീതിക്ക് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അദ്ദേഹം 16 വയസ്സിൽ എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്ന്. എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഇനിയും മെച്ചൂർഡ് ആവാനുണ്ട്. ഇതുവരെ അങ്ങനെ ആയിട്ടില്ല, ഇനി ആവോ എന്നുള്ളതും എനിക്കറിയില്ല. ഗൗതം, ഇത് സത്യമാണോ? താങ്കൾ ക്രിക്കറ്റ് കളിക്കാതെ ഇരുന്നിരുന്നെങ്കിൽ താങ്കൾ ആർമിയിൽ ചേരുമായിരുന്നെന്ന്? 100%. ഐ തിങ്ക് എൻ്റെ പാഷൻ, എൻ്റെ ഫസ്റ്റ് ലവ് ഇതെല്ലാം ആർമിയാണ്.
ഇത് എന്റെ കുട്ടിക്കാലം മുതലേ ഉണ്ട്. ഒരുപക്ഷെ ആരെങ്കിലും എന്നോട് എന്റെ അൾട്ടിമേറ്റ് എയിം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും പറയും, ഏതെങ്കിലും ഒരു രീതിയിൽ ഞാൻ ആർമിയുമായിട്ട് കണക്ട് ആവണോ എന്നത്. ആർമിയിലുള്ളവരെ എങ്ങനെയെങ്കിലുമൊക്കെ സഹായിക്കണം, ഇതാണ് എന്റെ അൾട്ടിമേറ്റ് എയിം. ആൻഡ് സ്കൂളിലുണ്ടായിരുന്ന സമയത്തും ആർമിയിൽ ചേരാനായിരുന്നു ഞാൻ വളരെ ആഗ്രഹിച്ചത്. ബട്ട് ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ 12th പഠിക്കുമ്പോൾ രഞ്ജി ട്രോഫി കളിച്ചു. വീട്ടിലെല്ലാവരും വിചാരിച്ചത് ഞാൻ വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടി ഇനി ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ എന്ന്. ഞാൻ രഞ്ജി ട്രോഫിയിൽ നന്നായിട്ട് കളിക്കുകയാണെങ്കിൽ എനിക്ക് ഇന്ത്യൻ ടീമിലും കളിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ 12th പഠിക്കുമ്പോൾ രഞ്ജി ട്രോഫി കളിച്ചു. അത് ഞാൻ തുടർന്നും കളിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഇപ്പോഴും എൻ്റെ ഏറ്റവും വലിയ പാഷൻ ആർമി തന്നെയാണ്. അതായത് താങ്കൾക്കുള്ളിൽ അഗ്രസീവ് ഉണ്ട്, ദേഷ്യമുണ്ട്, ഇതെല്ലാം മൊത്തത്തിൽ കൊണ്ടുപോയി പാകിസ്ഥാന്റെ തലയിൽ ഇടാനാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്. അല്ല സാർ, അത് പിന്നെ സാർ പാകിസ്ഥാനെതിരായിട്ടെന്നതല്ല, പക്ഷെ എൻ്റെ കൺട്രിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ബിക്കോസ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി കളിക്കുന്നവരിൽ ഇൻഡിവിജ്വൽസ് ആണ് വളരെ പ്രധാനം. എൻ്റെ ഡ്രീം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നാണ്. ആ സമയത്ത് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് ഐ തിങ്ക് ഏറ്റവും ബെസ്റ്റ് ഹീറോസ് ആരാണെന്ന് ചോദിച്ചാൽ അത് സൈനികരാണ്. ഞാൻ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തെ സൈനികർ തന്നെയാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. നേവി, എയർഫോഴ്സ്, ആർമി എല്ലാവരും ഉണ്ട്. ആർക്കൊക്കെ എത്രയൊക്കെ വലിയ ഫെയിം കിട്ടിയാലും അതൊന്നും ഒരു വലിയ കാര്യമല്ല. അതൊരു ആക്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനായിക്കോട്ടെ. ആക്ച്വലി ശരിക്കുമുള്ള ഫെയിം, ശരിക്കുമുള്ള ഹീറോസ് ആരാണെന്ന് ചോദിച്ചാൽ അത് ആർമിയായിട്ട് ബന്ധമുള്ളവരാണെന്ന് ഞാൻ പറയൂ. അവരാണ് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതെന്റെ ഹൃദയത്തിൽ നിന്ന് പറയുന്നത്. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ അൾട്ടിമേറ്റ് എയിം എന്തെങ്കിലും ഒരു രീതിയിൽ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യണമെന്നാണ്. അതിനേക്കാൾ സന്തോഷം കിട്ടുന്ന വേറൊന്നുമില്ല. താങ്കൾ ദേശത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് കരുതുന്നു. പക്ഷേ പലരും പറയുന്നത് ക്രിക്കറ്റേഴ്സിന് പണമാണ് വലുത്, ദേശമല്ല. അങ്ങനെയാണ്. ഈ കുറ്റാരോപണത്തിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ഗൗതം ഗംഭീറിനോടുള്ള ചോദ്യം തുടരുന്നതായിരിക്കും. സർ, ഐ തിങ്ക് വലിയ പ്ലേയേഴ്സ് എന്നത് ജനങ്ങൾ ഉണ്ടാക്കുന്നതാണ്, അല്ലാതെ ആരും ഒറ്റയ്ക്ക് വലിയ പ്ലെയർ ആവുന്നില്ല. അതായത് എന്നെ സംബന്ധിച്ച് അങ്ങനെ വലിയവർ ആരും തന്നെ ഇല്ല. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്രിക്കറ്ററായ ഗൗതം ഗംഭീറിനോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ക്രിക്കറ്റർ ഗൗതം ഗംഭീറിന് മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം പണത്തിനു വേണ്ടിയാണ് കളിക്കുന്നത് എന്നുള്ളതാണ്. ഗൗതം, താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്നു എല്ലാവരും ദേശത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. പക്ഷേ ഇംപ്രഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ താങ്കൾ മാത്രമല്ല മറ്റുള്ള ക്രിക്കറ്റേഴ്സും വെറും പണത്തിനു വേണ്ടിയാണ് കളിക്കുന്നത് എന്നതാണ്. അതെങ്ങനെ? അല്ല, ഞാനൊരു ഉദാഹരണം പറയാം. ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ 7 ലക്ഷം രൂപ അവർക്ക് ലഭിക്കാറുണ്ട്. അതുപോലെ വൺ ഡേ കളിക്കുന്ന സമയത്ത് 4 ലക്ഷം ലഭിക്കും. അതുപോലെ IPL-ൽ ഗൗതം ഗംഭീർ കളിക്കുമ്പോൾ 79 ലക്ഷമാണ് കിട്ടുന്നത്. സോ ഒബിയസ്ലി 79 ലക്ഷം താങ്കൾ വിടില്ല. അല്ല സാർ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കാര്യം അറിയാമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ IPL-ൽ 5 മാച്ച് കളിച്ചാൽ, അതായത് 5 മാച്ച് കളിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് അതിനുള്ള കാശ് കിട്ടുകയുള്ളൂ. പക്ഷെ ഒരുപാട് പേർ എന്റെ പിന്നിൽ നിന്ന് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. വേണമെങ്കിൽ എനിക്ക് 5 മാച്ചിന് ശേഷം കളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ കളിക്കാതിരുന്നിരുന്നെങ്കിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവില്ലായിരുന്നു. കാരണം അതിന്റെ പിന്നിൽ ഒരുപാട് കോൺട്രവേഴ്സികളുണ്ട്. വെസ്റ്റ് ഇൻഡീസിനെ മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ IPL മിസ് ചെയ്യുന്നില്ല എന്നതും. ബിഷൻ സിംഗ് ബേദി നമ്മുടെ ഫോർമർ ക്യാപ്റ്റനാണ്. അദ്ദേഹം പറയുന്നു നമ്മുടെ ഗൗതം ഗംഭീറിന് ഏപ്രിൽ അതുപോലെ മെയ് സമയങ്ങളിൽ പരിക്ക് പറ്റിയിരുന്നു. പക്ഷേ IPL-ൽ കളിക്കാൻ വേണ്ടി താങ്കൾ ഒരു ട്രീറ്റ്മെന്റും എടുത്തില്ലെന്നും അദ്ദേഹം പറയുന്നു. ആദ്യം എങ്ങനെയാണ് ബഹുമാനം കൊടുക്കേണ്ടതെന്ന് അറിയണം മിസ്റ്റർ ബേഡി. ആദ്യം സത്യം എന്താണെന്ന് അല്ലെങ്കിൽ ഫാക്ട് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അവർ പറയുന്നത് പോലെ എനിക്ക് വലിയ ബാധിപ്പൊന്നും ഉണ്ടായിട്ടില്ല. അതൊരു ചെറിയ സംഭവമായിരുന്നു. ഇത്രയൊക്കെ ക്രിക്കറ്റ് കളിച്ച ഒരാളല്ലേ, അദ്ദേഹത്തിന് ഇതൊക്കെ അറിയണമായിരുന്നു. പരിക്കെന്ന് പറയുമ്പോൾ ഏതൊരു ക്രിക്കറ്റർക്കും കളിക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ സംഭവിക്കുന്ന ഒന്ന് തന്നെയാണ്. ഞാനന്ന് വേൾഡ് കപ്പിൽ കളിക്കുമ്പോൾ ഞാൻ റണ്ണെടുക്കുന്നതിൻ്റെ ഇടയ്ക്കൊന്ന് താഴെ വീണു. ആ സമയത്ത് തീർച്ചയായിട്ടും ഞാൻ വളരെ സന്തോഷവാനായിരുന്നു. ഞാൻ താഴെ വീണത് പോലും ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാം. പക്ഷേ 2 ദിവസത്തിന് ശേഷം എനിക്ക് ചെറിയ വേദന തോന്നി. പിന്നെ ഞാൻ ഫിസിയോതെറാപ്പിയുടെ അടുത്ത് പോയിട്ട് കാണിച്ചു. പക്ഷേ പേടിക്കാനൊന്നുമില്ല എന്ന് അവർ പറഞ്ഞത്. പിന്നെ IPL കളിക്കാൻ തുടങ്ങി. അപ്പോഴും ഞാൻ വളരെ ഫിറ്റ് ആയിരുന്നു. ഞാൻ ത്രോ ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ മുംബൈ ഇന്ത്യൻസിന്റെ കൂടെയുള്ള ലാസ്റ്റ് മാച്ചിൽ, ലീഗ് മാച്ച്, അതും കൊൽക്കത്തയിൽ, ഞാൻ ഫീൽഡിംഗ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വീണ്ടും താഴെ വീണു. അപ്പം ഞാനൊരു ത്രോ എറിഞ്ഞു. ആ സമയത്ത് എൻ്റെ വേദന വല്ലാതെ കൂടിയെന്ന് പറയാം. ആ സമയത്ത് ആ മാച്ചിൽ 20 സെക്കൻഡായിരുന്നു സമയം ഉണ്ടായിരുന്നത്. ആ മാച്ചിൽ ഞങ്ങൾ തീരുമാനിച്ചു, അതായത് മാച്ചിന് ശേഷവും വേദന തുടരുകയാണെങ്കിൽ MRI ചെയ്യാമെന്ന്. 23-ന് ഞങ്ങൾ മുംബൈയിലേക്ക് പോയിട്ട് MRI ചെയ്തു. 22-ന് കൽക്കട്ടയിൽ മാച്ച് ഉണ്ടായിരുന്നു. 25-ന് പ്ലേ ഓഫ് മാച്ചും ഉണ്ടായിരുന്നു. 23-ന് ഞാൻ പെട്ടെന്ന് തന്നെ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയിട്ട്, ടീമാണെങ്കിൽ വൈകുന്നേരം വരുമായിരുന്നുള്ളൂ, ഞാൻ രാവിലെ തന്നെ പോയിട്ട് MRI എടുത്തു. MRIയുടെ റിപ്പോർട്ട് ഒരു ദിവസം കഴിഞ്ഞേ വരൂ. അതായത് 24-നാണ് റിപ്പോർട്ട് കിട്ടിയത്. 24-ന് രാത്രിയാണ് എനിക്ക് ഈ റിപ്പോർട്ട് കിട്ടിയത്. 25-നാണെങ്കിൽ ഞങ്ങൾക്ക് പ്ലേ ഓഫ് മാച്ച് ഉണ്ട് താനും. ഞാൻ സത്യമാണ് പറയുന്നത്. 25-ന് ഞങ്ങൾക്ക് പ്ലേ ഓഫ് മാച്ച് ഉണ്ട്.
അപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റിനോട് ഞാൻ പറഞ്ഞു റിപ്പോർട്ടിൽ എന്ത് തന്നെ ആയാലും ശരി അടുത്ത മാച്ചിൽ എനിക്ക് എന്തായാലും കളിക്കണമെന്ന്. അതെന്റെ പേഴ്സണൽ കാര്യമാണെന്നും പറഞ്ഞു. സോ അദ്ദേഹം എന്നോട് ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ റിപ്പോർട്ടിനകത്ത് എന്ത് തന്നെയാണെങ്കിലും ശരി ഞാൻ അടുത്ത മാച്ച് കളിക്കണമെന്ന് പറഞ്ഞു. KKR ആദ്യമായിട്ടാണ് പ്ലേ ഓഫിലെത്തിയത്. പിന്നെ ഞാൻ ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ എന്ത് തന്നെ സംഭവിച്ചാലും ശരി കളിക്കാതിരുന്നുകൊണ്ട് ടീമിനെ ലെറ്റ് ഡൗൺ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ഞാൻ ഒരു കാര്യം മാത്രമാണ് അവരോട് ചോദിച്ചത്, അടുത്ത മാച്ചിൽ ഞാൻ കളിക്കുകയാണെങ്കിൽ എത്രമാത്രം ഡിഫറൻസ് അത് ഉണ്ടാക്കും എന്ന് ഞാൻ ചോദിച്ചു. വലിയ ഡിഫറൻസ് ഒന്നും തന്നെ ഉണ്ടാക്കാൻ പോകുന്നില്ല, ഒന്നും മാറാനും പോകുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി എന്ത് തന്നെ സംഭവിച്ചാലും ശരി ഈ മാച്ചിൽ എനിക്ക് കളിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. താങ്കൾക്ക് പരിക്ക് പറ്റി, MRI റിപ്പോർട്ട് പോലും താങ്കൾ കണ്ടില്ല, എന്നിട്ടും താങ്കൾ മാച്ച് കളിക്കുമെന്ന് വാശി പിടിച്ചു. അപ്പോൾ ജനങ്ങൾ അങ്ങനെ കരുതില്ലേ താങ്കൾ പണത്തിന് വേണ്ടിയാണ് ഇത്രയും വാശി പിടിക്കുന്നതെന്ന്? ആ സമയത്ത് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് ഒരു കാര്യമാണ്, അന്ന് KKR എനിക്ക് വളരെ സപ്പോർട്ടീവായിട്ട് തന്നെ നിന്നു. അതിലുണ്ടായിരുന്ന ജീവനക്കാരും പിന്നെ ഓണറും എല്ലാവരും സപ്പോർട്ട് ചെയ്തു. ആദ്യമായിട്ട് 3 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ പ്ലേ ഓഫിലെത്തിയിരിക്കുകയാണ്. ഒരുപക്ഷേ ഇഞ്ചുറി സംഭവിച്ചാലോ അല്ലെങ്കിൽ എന്റെ ഷോൾഡറിൽ വേദന ഉണ്ടാവുകയാണെങ്കിലോ ഞാൻ തീർച്ചയായിട്ടും ഈ മാച്ച് കളിച്ചേ മതിയാവൂ. ഒരിക്കലും അത് ലെറ്റ് ഡൗൺ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചില്ല. എക്സാക്ട് ആയിട്ട് ഇത് തന്നെയാണ് സംഭവിച്ചത്. ഞാൻ ഒന്നും തന്നെ മറയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ 25-ന്റെ അന്ന് BCCIക്ക് മെയിൽ തന്നെ അയക്കില്ലായിരുന്നു എന്റെ സ്കാൻ റിപ്പോർട്ട്സ്. 24-ന് തന്നെ ഞങ്ങൾക്ക് റിപ്പോർട്ടുകൾ കിട്ടി. പിന്നെ 25th മോർണിംഗ് ഞങ്ങൾ ആ റിപ്പോർട്ടുകൾ മെയിൽ ചെയ്തു. ഒരുപക്ഷെ ഞങ്ങൾക്ക് 25ന് മെയിൽ അയക്കാതെ 26-നും മെയിൽ അയക്കാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അന്ന് തന്നെ എന്തുകൊണ്ടാണ് മെയിൽ അയച്ചതെന്ന് വെച്ചാൽ അതിൽ മറയ്ക്കാനൊന്നുമില്ല. അതുകൊണ്ട് എന്ത് ഇംപ്രഷൻ ക്രിയേറ്റ് ആയെന്ന് വെച്ചാൽ താങ്കൾ ആ ഇഞ്ചുറി മറയ്ക്കാതിരുന്നിരുന്നെങ്കിൽ BCCI പോലും താങ്കളെ സെലക്ട് ചെയ്യില്ലായിരുന്നു, അതായത് വെസ്റ്റ് ഇൻഡീസ് ടൂറിലെ ക്യാപ്റ്റനായിട്ട്. സാർ പരിക്കുന്നത് സെലക്ടേഴ്സിന് അറിയില്ലല്ലോ എത്രത്തോളം ഇഞ്ചുറി ഉണ്ടെന്ന്. സാർ സത്യം എന്താണെന്ന് വെച്ചാൽ അത് ഇഞ്ചുറി അല്ല, അത് സെലക്ഷന്റെയും പിന്നെ IPLന്റെയും ഇടയ്ക്ക് സംഭവിച്ചതാണ്. എനിക്ക് 22-ാം തീയതിയാണ് ഇഞ്ചുറി ഉണ്ടായത്. 26-ാം തീയതി ഞാൻ വെസ്റ്റ് ഇൻഡീസിനെതിരായിട്ട് ക്യാപ്റ്റനായിട്ട് കളിക്കുക തന്നെ ചെയ്തു. ആ സമയത്ത് ഞാൻ ഇഞ്ചൂർഡ് അല്ലായിരുന്നു. ഒരുപക്ഷെ ഇഞ്ചൂർഡ് ആയിരുന്നെങ്കിൽ ഞാൻ സെലക്ടേഴ്സിനോട് പറയുമായിരുന്നു ഞാൻ പോകുന്നില്ല, എന്നെ നിങ്ങൾ ക്യാപ്റ്റൻ ആക്കേണ്ടെന്ന് പറയുമായിരുന്നു. 25th കളിക്കാതിരുന്നിരുന്നെങ്കിൽ ഇത്രത്തോളം ഇഞ്ചുറി വല്ലായിരുന്നു. അപ്പോൾ താങ്കൾക്ക് വെസ്റ്റ് ഇൻഡീസിൽ ക്യാപ്റ്റനായിട്ട് കളിക്കാൻ ഒരു സന്ദർഭം കിട്ടി. സാർ 24-ന് ഫിസിയോതെറാപ്പിസ്റ്റ് എന്റെ അടുത്ത് വന്ന് 4 മുതൽ 6 വരെ നിങ്ങൾ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അപ്പോഴും എനിക്ക് വെസ്റ്റ് ഇൻഡീസിൽ പോകാൻ പറ്റില്ലായിരുന്നു. സോ എല്ലാവരും അറിയണം, ഫിസിയോതെറാപ്പിസ്റ്റ് 4 മുതൽ 6 വരെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരുന്നു. അത് 25th മാച്ചിന് ഒരു വ്യത്യാസവും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഒരു മാച്ച് കളിക്കുന്നതുകൊണ്ട് ഞാൻ അഗ്രവേറ്റും ആകുന്നില്ല, അങ്ങനെ ഒന്നും ആവാൻ പോകുന്നില്ല. ഞാൻ പെട്ടെന്ന് ഔട്ടായി. ആ സമയത്ത് ഇഞ്ചുറി കുറച്ച് അധികമായി. 4 മണി മുതൽ 6 മണി വരെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അത് ഒരു മാച്ചിനെ വല്ലാതെ ബാധിക്കൊന്നുമില്ല. പക്ഷെ ഒരുപാട് പേര് വെറുതെ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കി. 25th മാച്ച് ഞാൻ കളിച്ചില്ലായിരുന്നെങ്കിൽ വെസ്റ്റ് ഇൻഡീസിൽ പോകാമായിരുന്നു എന്ന്. അതൊക്കെ തന്നെ തെറ്റാണ്, അതിലൊരു സത്യവും ഇല്ല. ഇതുപോലത്തെ ഇംപ്രഷനൊക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ആവുന്നത്? ന്യൂസ് പേപ്പറിൽ വായിക്കാറുണ്ട്, TV ന്യൂസിൽ ഞങ്ങൾ കാണാറുണ്ട്, ഗൗതം ഗംഭീറിനെ ഷാറൂഖ് ഖാൻ 11 കോടി കൊടുത്ത് വാങ്ങിച്ചെന്ന്. സാർ അതെ, അത് പിന്നെ പബ്ലിക്കായി മാറി. ഞങ്ങൾക്ക് എത്ര പണം കിട്ടുന്നുണ്ടെന്നൊക്കെ പബ്ലിക്കിന് അറിയാം. ഞങ്ങൾ പണത്തിന് വേണ്ടിയാണ് കളിക്കുന്നതെന്ന് പബ്ലിക് കരുതുന്നു. പക്ഷെ ഞാൻ ഇതിനു മുന്നേ പറഞ്ഞതുപോലെ തന്നെ വാങ്ങിയതുകൊണ്ട് താങ്കൾ കളിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്? ഒരിക്കലും ഇല്ല. അതായത് ദിസ് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. ഷാറൂഖ് എത്തരത്തിലുള്ള ഒരാളാണെന്ന് വെച്ചാൽ അദ്ദേഹം ഈ ടൂർണമെന്റിൽ ഒരിക്കൽ പോലും ഞങ്ങൾക്ക് പ്രഷർ തന്നിട്ടേയില്ല. ഒരു ഓണറും ഞങ്ങളിൽ പ്രഷർ ഉണ്ടാക്കിയിട്ടില്ല. ഒരു സപ്പോർട്ട് സ്റ്റാഫ് പോലും ഞങ്ങളോട് അങ്ങനെ ചെയ്തിട്ടില്ല. അവസാന മാച്ചിൽ KKRന് വേണ്ടിയും ഷാറൂഖ് ഖാന് വേണ്ടിയും താങ്കളുടെ മേൽ യാതൊരുവിധ പ്രഷറും ആരും തന്നില്ലേ? ഒരിക്കലും ഇല്ല. അങ്ങനെ ആരും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അതെന്റെ പേഴ്സണൽ ഡിസിഷനാണ്. ബിക്കോസ് ആസ് എ ക്യാപ്റ്റൻ ഞാൻ എന്റെ ടീമിനെ ലെറ്റ് ഡൗൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. KKRന്റെ റെസ്പോൺസിബിലിറ്റി എനിക്ക് തന്നെയായിരുന്നു. അദ്ദേഹം എന്നോടുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് എന്നെ ടീമിന്റെ ക്യാപ്റ്റൻ ആക്കിയത് തന്നെ. സോ അദ്ദേഹത്തിന് എന്നോടുള്ള ആ വിശ്വാസം കൊണ്ട് തന്നെ എനിക്ക് അതിനുള്ള റെസ്പോൺസിബിലിറ്റിയും ഉണ്ട്, ആ മാച്ച് കളിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ടാണ് ഞാനത് കളിച്ചത്. അതായത് ഷാറൂഖ് ഖാനെ പറ്റി പറയുകയാണെങ്കിൽ ആ മാച്ചിന് മുന്നേ എന്നോട് ഒരു തവണ പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല ഈ മാച്ച് നീ നിർബന്ധമായിട്ടും കളിക്കണമെന്ന്. ഐ തിങ്ക് അതെന്റെ പേഴ്സണൽ ഡിസിഷൻ ആയിരുന്നു. KKRനും ഇതിനും യാതൊരു ബന്ധവുമില്ല. ആ മാച്ചിൽ കളിക്കണമെന്നത് ഞാൻ തന്നെ എടുത്ത തീരുമാനമാണ്. സോ കാര്യങ്ങൾ അറിയാതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു നടക്കാൻ പാടില്ല. അതുപോലെ ഈ കാര്യം ജനങ്ങളോട് പറയാ, താങ്കൾ എങ്ങനെയാണ് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലെയർ ആയിട്ട് മാറിയത്? വലിയ പ്ലേയേഴ്സ് ധാരാളം ഉണ്ടായിരുന്നിട്ടും അവരെ ആരെയും സെലക്ട് ചെയ്യാതെ ഗൗതം ഗംഭീറിന് എന്തിനാണ് ഷാറൂഖ് ഖാൻ 11 കോടി നൽകിയത്? സാർ വലിയ പ്ലേയേഴ്സിനെ ജനങ്ങളാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ആരും വലിയ പ്ലെയർ ആവുന്നില്ല. എല്ലാവരും ഒരുപോലെ തന്നെയാണ്. ഇന്ത്യൻ ടീമിൽ ആരൊക്കെ നന്നായിട്ട് കളിച്ചാലും ശരി എല്ലാവരും ഈക്വൽ ആണ്. അതായത് ഇശാന്ത് ആണെങ്കിലും ശരി, വിരാട് കോഹ്ലി ആണെങ്കിലും ശരി, MS ധോണി ആണെങ്കിലും എല്ലാവരും ഈക്വൽ ആണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന എല്ലാവരും ഈക്വൽ ആണ്. പിന്നെ ഷാറൂഖ് ആവട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രൊഡ്യൂസേഴ്സ് ആവട്ടെ എന്നെ വിശ്വസിക്കുന്ന കാര്യത്തിൽ അവർക്കൊന്ന് ചിന്തിക്കാമായിരുന്നു. എന്നെ കൊണ്ട് 100% പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാവാം. അത് മാത്രമല്ല, ഒരു ഫ്രാഞ്ചൈസിൽ മാത്രം നമ്മൾ കളിക്കുകയാണെങ്കിൽ നമ്മളത്ര എക്സ്പെൻസീവായിട്ട് മാറണമെന്നില്ല. നമുക്ക് വേണ്ടി ഒരു 3-4 ഫ്രാഞ്ചൈസുകൾ ഉണ്ടാവണം. അങ്ങനെ ഒരു റെക്കഗ്നേഷൻ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ റേറ്റ് ഉയരുകയുള്ളൂ. ബട്ട് ഐ തിങ്ക് അവരെന്നെ വിശ്വസിച്ചിട്ടുണ്ട്. അതെന്റെ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ഞാൻ പറയും. അവരെന്റെ മേൽ ഇത്രയും വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ആ ഒരു അവകാശമുണ്ടല്ലോ. അതായത് ആ വിശ്വാസം ഞാൻ അവർക്ക് തിരിച്ചു നൽകണം. മേ ബി അതൊരു റീസൺ ആയിരിക്കാം. ഞാൻ ആ മാച്ചിൽ കളിച്ചത് അത് മണി പോയിന്റ് ഓഫ് വ്യൂവിലല്ല, ഇമോഷണൽ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. പക്ഷേ ഇത് താങ്കൾക്ക് സങ്കടം തരുന്നതല്ലേ? താങ്കൾ ഡൽഹിയിലുള്ള വ്യക്തിയാണ്.
എപ്പോഴും ഡൽഹി തന്നെ ഉള്ള ആള് ഡൽഹിക്ക് വേണ്ടി കളിച്ച വ്യക്തിയാണ്. പക്ഷേ IPL വേണ്ടി താങ്കൾ ബാബു മൊഷായായി മാറി. ഐ തിങ്ക് കൽക്കട്ടയിലുള്ള ആളുകൾ എന്നെ വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു എന്ന് തന്നെ ഞാൻ പറയും. അവരുടെ ആ ഒരു പിന്തുണ എനിക്ക് കിട്ടിയത് തന്നെ വലിയ പിന്തുണ കിട്ടിയെന്നോ? പക്ഷെ ഞാൻ അറിഞ്ഞത് കൊൽക്കത്തക്കാർക്ക് താങ്കളോട് ദേഷ്യമാണെന്ന്, അതായത് ദാദയെ ഒതുക്കിയിട്ട് താങ്കളെ ക്യാപ്റ്റൻ ആക്കിയതിന്. അതെ, സത്യമാണ്. ആദ്യത്തെ മാച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് പേരൊന്നും മാച്ച് കാണാൻ വന്നിരുന്നില്ല. പിന്നീട് നോക്കുകയാണെങ്കിൽ എല്ലാ മാച്ചുകളും ഹൗസ്ഫുൾ ആയിരുന്നു. ഹൗസ്ഫുൾ ആയതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ്. അവിടെ 70-75,000 കപ്പാസിറ്റി ഉണ്ട്. അത്രയും പേര് നമ്മളെ വന്ന് സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഐ തിങ്ക് ജനങ്ങൾ എന്താണ് ഞാൻ കേട്ടത് കൊൽക്കത്തക്കാർ സൗരവ് ഗാംഗുലിയെ മാത്രമേ ഒരു ക്രിക്കറ്ററായിട്ട് അംഗീകരിക്കുന്നുള്ളൂ എന്നാണ്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി മാത്രമാണ് അവർ വരുന്നത്. അല്ല, അതൊന്നും സത്യമല്ല. ഒരുപക്ഷെ സത്യമായിരുന്നെങ്കിൽ ജനങ്ങൾ ഒരിക്കലും IPL കാണാൻ വരില്ലായിരുന്നു. ആദ്യത്തെ മാച്ചിന്റെ കാര്യം ഞാൻ സമ്മതിക്കാം, ഒരുപാട് പേരൊന്നും വന്നില്ല. അതിനുശേഷം നോക്കുകയാണെങ്കിൽ പിന്നീടുള്ള 6 മാച്ചുകളിൽ മുഴുവൻ ഗാലറിയും ഫുള്ളി ക്രൗഡഡ് ആയിരുന്നു. എല്ലാവരുടെ ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ചാൽ, അതായത് IPL പ്രത്യേക സ്ഥാനം നൽകുന്നു. എസ്പെഷ്യലി നോക്കുകയാണെങ്കിൽ റിക്കി പോണ്ടിങ്, മൈക്കൽ ക്ലാർക്ക്, ഇവരെല്ലാവരും എന്തുകൊണ്ട് IPL കളിക്കുന്നില്ലെന്ന് വെച്ചാൽ കൺട്രിക്ക് വേണ്ടി കളിക്കണം, അതുകൊണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റേഴ്സിന് അങ്ങനെ ഇല്ലല്ലോ. IPL ഒരു BCCയുടെ ടൂർണമെന്റ് തന്നെയാണ്. IPL ഈസ് എ ഡൊമസ്റ്റിക് ടൂർണമെന്റ്. ഇന്ത്യൻ പ്ലേയേഴ്സ് IPL കളിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് IPL മുന്നോട്ട് പോവുക? ജനങ്ങൾ ഇതെങ്ങനെയാണ് മറക്കുക? IPLും നമ്മുടെ ടൂർണമെന്റ് തന്നെയാണ്. ലൈക്ക് രഞ്ജി ട്രോഫി, ദുലീപ് ട്രോഫി, വേറെ എന്ത് ടൂർണമെന്റ് ആണെങ്കിലും ശരി, ഇതൊരു ഡൊമസ്റ്റിക് ടൂർണമെന്റ് ആണ്. നിങ്ങൾ IPLൽ വെറും പണം മാത്രമേ കാണുന്നുള്ളൂ. അതിനപ്പുറമുള്ള പോസിറ്റീവുകൾ കാണണം. ഒരുപാട് പ്ലേയേഴ്സിനെ നമുക്ക് ഇതിലൂടെ കിട്ടിയിട്ടുണ്ട്. IPL കാരണം നമ്മുടെ ബെഞ്ച് സ്ട്രെങ്ത് എത്രമാത്രം ശക്തമാണ്. സമ്മൺ ലൈക്ക് യൂസഫ് പഠാൻ, രവീന്ദ്ര ജഡേജ, ധോണി, ഇങ്ങനെയുള്ള പ്ലേയേഴ്സ്, വൃദ്ധിമാൻ സാഹ, ഇവരൊക്കെ IPL കളിച്ച് ഇന്ത്യക്ക് വേണ്ടി കളിച്ചവരാണ്. നമ്മുടെ ബെഞ്ച് സ്ട്രെങ്ത് ഇപ്പോൾ കൂടിയിട്ടുണ്ട് എന്ന് നിങ്ങൾ കരുതുമ്പോൾ അപ്പോൾ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഇതും പരിഗണിക്കേണ്ടതുണ്ട്. IPL കാരണം നമുക്ക് എത്രമാത്രം കിട്ടിയിട്ടുണ്ട് എന്ന്. ബാക്കിയുള്ള കൺട്രീസ് ഒന്നും ഇത്ര സ്ട്രോങ് ആയിട്ടില്ല. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്, ആൻഡ്രൂ ഫ്ലിൻഡോഫ് പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇംഗ്ലണ്ടിനെ ഇന്ത്യയിൽ വെച്ച് 6-0 തോൽപ്പിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിൽ 6-0 നമ്മൾ തോറ്റതിന്റെ പ്രധാനപ്പെട്ട കാരണം ഉറപ്പായിട്ടും IPL ആണെന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ഇന്ത്യൻ പ്ലേയേഴ്സിന് വളരെ ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പ്ലേയേഴ്സിന് ഒരു ഫ്രീഡവും പിന്നെ സെക്യൂരിറ്റിയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. IPL വളരെ നന്നായിട്ട് അവർ കളിക്കുന്നു, വളരെ ഫ്രീ ആയിട്ട് കളിക്കുന്നു. IPLന് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്. IPL ഒരുപാട് പ്ലേയേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ എപ്പോഴും IPL പണത്തിന് വേണ്ടിയുള്ളതാണെന്ന് പറയുന്നത്? IPLിലൂടെ ഒരുപാട് പുതിയ ടാലന്റുകളെ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. IPLിലൂടെ ഒരുപാട് പേര് ഇന്ത്യൻ ടീമിൽ കളിച്ചിട്ടുണ്ട്. IPLിൽ ഫണ്ണാണ്, ക്രിക്കറ്റ് വളരെ കുറവാണെന്നാണല്ലോ ഞാൻ കേട്ടത്. അത് മേ ബി ക്രൗഡിൽ നിന്ന് നോക്കുന്നവർക്ക് അല്ലെങ്കിൽ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഫണ്ട് കൂടുതലുള്ളതായിട്ട് തോന്നാം. പക്ഷേ പ്ലേയേഴ്സിനോട് ചോദിച്ചാൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോൾ എത്രമാത്രം പ്രഷർ ഉണ്ടാവുമോ അത്ര തന്നെ IPLിലും ഉണ്ടാവും. IPLിലും ടോപ്പ് പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട്. എല്ലാ ടീമും ഈക്വലായിട്ട് ബാലൻസ്ഡ് ആയിരിക്കും. IPL ക്രിക്കറ്റ് നല്ലതല്ലായിരുന്നെങ്കിൽ അതൊരിക്കലും സക്സസ്ഫുൾ ആയില്ലായിരുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, ഷോ ബേസിൽ അങ്ങേക്ക് താല്പര്യമില്ലേ? നിങ്ങൾക്കൊരു ഡീസന്റ് ലുക്ക് ഉണ്ടായിട്ടും അഡ്വർടൈസ്മെന്റിൽ ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഞാനൊരു ക്രിക്കറ്ററാണ്. എന്റെ പണി ക്രിക്കറ്റ് കളിക്കുക എന്നുള്ളതാണ്. ഫീൽഡിൽ പോയിട്ട് പെർഫോം ചെയ്യുക. അതിന്റെ കൂടെ ബാക്കിയുള്ള കാര്യങ്ങളും ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷെ ഒരിക്കലും ഞാൻ ഷോബിഷിനെ പോലെ ചിന്തിക്കുകയില്ല. അതായത് എന്നെ സെലക്ട് ചെയ്യുവാൻ വേണ്ടി ക്രിക്കറ്റ് കളിച്ച് റൺസ് ശേഖരിക്കണം, വേറെ ഒന്നിനും വേണ്ടിയല്ല. വേറെ കാര്യങ്ങൾക്ക് ഒരുപാട് പേര് വേറെയുണ്ട്, അവർക്കൊക്കെ ഇൻട്രസ്റ്റും ഉണ്ട്. എന്നെ ഒരാൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം, അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് ആത്മാർത്ഥമായിരിക്കണം. ഞാൻ എന്തായാലും റൺ എടുക്കണം, അതുപോലെ ടീമിനെ ജയിപ്പിക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ അങ്ങനെ ചിന്തിക്കാറുള്ളൂ, വേറെ കാര്യങ്ങളൊന്നും തന്നെ. ഗൗതം, അദ്ദേഹം പറയുന്നത് താങ്കളുടെ ലുക്ക് വളരെ നന്നായിട്ടുണ്ട്, സിനിമയിൽ അഭിനയിക്കാമല്ലോ. ധാരാളം ക്രിക്കറ്റേഴ്സിന് ലുക്സ് ഒന്നും അത്രയ്ക്ക് കാണില്ല, എന്നാലും അവർ ധാരാളം ഫിലിം സ്റ്റാർസിനൊപ്പമാണ് കാണാറുള്ളത്. സർ, ഹോണസ്റ്റ്ലി ഞാൻ ഇതുവരെ ഇതിനെപ്പറ്റിയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. എനിക്ക് അതിനകത്തേക്ക് പോകണമെന്ന് യാതൊരു താല്പര്യമില്ല. ക്രിക്കറ്റ് കളിക്കുന്നിടത്തോളം കാലം പൂർണ്ണ മനസ്സോടെ എനിക്ക് കളിക്കാൻ പറ്റണം. നമ്മുടെ രാജ്യത്തെ ജയിപ്പിക്കാൻ എനിക്ക് പറ്റാവുന്നത്ര ചെയ്യും. പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് ശേഷം മാത്രമേ ചിന്തിക്കൂ. പക്ഷേ സിനിമ ഇൻഡസ്ട്രിയിൽ പോകുന്നതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. താങ്കൾ ഷാരൂഖ് ഖാനൊപ്പം ഉള്ളപ്പോൾ ഇങ്ങനെയൊന്നും ആലോചിക്കാറില്ലേ? ഇല്ല സർ, ചിന്തിക്കാറില്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടൊരു ഇൻഡസ്ട്രി ഉണ്ട്, എനിക്ക് എൻ്റേതായിട്ട് വേറൊന്നുണ്ട്. എൻ്റെ പണി ക്രിക്കറ്റ് കളിക്കണം, നന്നായിട്ട് പെർഫോം ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ ലിമിറ്റിൽ നിൽക്കുകയാണ്. അതിൻ്റെ അപ്പുറം സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. ഗൗതം, താങ്കൾ വളരെ നല്ല കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. താങ്കൾ താങ്കളുടെ ലോകത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പല ചോദ്യങ്ങളും പല കുറ്റങ്ങളും ആരോപിച്ചു, പക്ഷേ അതിനെല്ലാം താങ്കൾ വ്യക്തമായ ഉത്തരം നൽകി. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ഇന്നത്തെ ജഡ്ജിയായ അമിത് ഭണ്ഡാരിയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിയത് ക്രിക്കറ്ററായ ഗൗതം ഗംഭീറിനോടാണ്. ഇപ്പോൾ ഉള്ള ക്രിക്കറ്റേഴ്സ് വെറും പണത്തിനു വേണ്ടി മാത്രമാണോ കളിക്കുന്നതെന്ന് നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചു. ക്രിക്കറ്റേഴ്സിനെ സംബന്ധിച്ച് പണമാണോ പ്രധാനം, രാജ്യം സെക്കൻഡറി ആണോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. ഗൗതം ഗംഭീർ എന്തുകൊണ്ടാണ് നെർവസ് ആകുന്നത്, അതുകൊണ്ടാണോ 99 ഔട്ടാവുന്നതെന്ന് അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചു. അതുപോലെ ഇൻസെക്യൂറിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിച്ചു. ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ അമിത് ഭണ്ഡാരിയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നോക്കാം.
എനിക്ക് ഗൗതമിനെ ചെറുപ്പം തൊട്ട് തന്നെ അറിയാം. എന്റെ റൂംമേറ്റ് ആയിരുന്നു. ഈ കാര്യം മറ്റാർക്കും അറിയില്ല. ഇദ്ദേഹം അണ്ടർ 19 ആണെങ്കിലും പിന്നെ ഇതുവരെ കളിച്ച എല്ലാ മാച്ചുകളിലും റിലാക്സ് ആയ പോലെ എനിക്ക് തോന്നിയിട്ടില്ല. റണ്ണെടുത്ത് ഇന്ത്യയെ ജയിപ്പിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. പണത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് തൊട്ട് ഇതുവരെ അദ്ദേഹം പണത്തിനൊരിക്കലും പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഇപ്പോഴും ക്രിക്കറ്റ് കളിക്കണമെന്ന് ആഗ്രഹം കൊണ്ടുവരുന്ന പിള്ളേർക്ക് ഗൗതം എല്ലാ സപ്പോർട്ടും നൽകുന്നുണ്ട്. എനിക്ക് ക്രിക്കറ്റർ ആവണം, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ ആദ്യം ഗൗതമായിരിക്കും അവിടെ എത്തുക. രഞ്ജി ട്രോഫിയിൽ നോക്കിയാൽ ഒരുപാട് യുവാക്കൾ ഗൗതം കാരണമാണ് കളിക്കുന്നത്, അല്ലാതെ സെലക്ടേഴ്സ് കാരണമല്ല. സോ എന്റെ ജഡ്ജ്മെന്റ് ഗൗതമിനെ ഞാൻ വെറുതെ വിടുന്നു. ഗൗതം ഗംഭീർ ഇനിയും ഇതേ താല്പര്യത്തോടുകൂടി കളിക്കണം, അതുപോലെ നമ്മുടെ രാജ്യത്തെ ജയിപ്പിക്കണം, അതുപോലെ തന്റെ കഴിവ് കൊണ്ട് ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ അദ്ദേഹം എത്തണം. അതാണ് നമ്മുടെ ആഗ്രഹം. നമ്മുടെ അനുഗ്രഹവും അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ എന്നെങ്കിലും ഒരിക്കൽ അദ്ദേഹം ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആകണം. അതുകൊണ്ട് ഇന്നത്തെ ഷോ ഇതോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയോടൊപ്പം വീണ്ടും വന്ന് നിങ്ങളെ കാണുന്നതായിരിക്കും. നന്ദി.